Hare Krishna. Madhava Jayo Jagihari Jayo Radha Madhava Jayo Jagihari Jayo Radha Jayo Jagihari Jayo Jagihari Jaya Gopi Janavallabha Jayo Girivaradari Jayo Varadari Jaya Gopi Janavallabha Jayo Girivaradari Jayo Varadari Jayo Yashodanandana Jayo Prajanarajana Jayo Yashodanandana Jayo Prajanarajana Jayo Yamunatiravanachari Jayo Kunjabihari Jayo Yamunatiravanachari Jayo Kunjabihari Hare Krishna Hare Krishna 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 Hare 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 Ram Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Jayo Krishna Balaram Jayo Krishna Balaram Krishna Balaram Jayo Krishna Balaram Jayo Krishna Balaram Jayo Gauramita Jayo Gauramita Gauramita Jayo Gauramita Jayo Jayo Panchatattva Jayo Panchatattva Panchatattva Jayo Panchatattva Jayo Jayo Chattosami Jayo Chattosami Chattosami Jayo Chattosami Jayo Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada
जय जय गुरुदेव 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 जय जय गुरुदेव. युगधर्म हरिनाम संकीर्तन की, श्रीमद् भागवतम गीता पढ़ने की, श्री प्रभुपाद की, गुरुदेव की, गौर ब्रह्मदेव को. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते अत्युत्तमश्लोके भक्तिर्भवति नैष्ठगी. मोघं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे ശ്രീഗുരുദീനധാരിണി. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായം ശ്ലോകം 29. ശരിയല്ലേ? 5, 8, 29 മെസ്സേജ് അയച്ചു. ശ്രീമദ് ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധം 8-ാം അധ്യായം 29-ാം ശ്ലോകം. അധ്യായത്തിന്റെ പേര് ഭരത മഹാരാജാവിന്റെ സ്വഭാവ വർണ്ണന. ഇത് വലിയൊരു ശ്ലോകമാണ്, ഒറ്റ ശ്ലോകമാണ്, പക്ഷെ വലിയ 6 ലൈനാണ് ഉള്ളത്. ഞാൻ അത് വായിക്കാം, ഭക്തജനങ്ങൾ കേൾക്കുക. അഹോ കഷ്ടം ഭ്രഷ്ടഭാത്മാ വതാമാനുപദാദ്യോ മുക്ത സമസ്ത സംഗസ്യ വിദിക്ത പുണ്യാരണ്യാ ശരണ്യാസ്യാത്മവത ആത്മനി സർവേ ശ്യാമാത്മാനം ഭഗവതി വാസുദേവേ തദനു ശ്രവണ മനന സങ്കീർത്തന രാധാനാനോ സ്മരണാഭിയോ യുഗോനാ ശൂനേ സകലയമേന കാലേന സമാവേശിതം സമാഹിതം കാർച്ച്നേന മനസ്തതു പുനർമമ ബുധാസ്യാരാജ്ഞാം ഗസോ തമനോ പരിസ്തുസ്രവാ. ഇങ്ങനെ ഒരു ശ്ലോകം ഇത്രയും നീളത്തിൽ ഒറ്റ ശ്ലോകമാണ് കേട്ടോ. അപ്പോ അതിന്റെ ട്യൂണ് ഞാൻ കറക്റ്റായിട്ടല്ല പാടുന്നത്, എന്നാലും പാടാൻ ഇങ്ങനെയെങ്കിലും പാടാൻ കഴിഞ്ഞല്ലോ. അഹോ കഷ്ടം ഭ്രഷ്ടഹാത്മാത്മാ വദാ മാനോപദാദ്യോ മുക്ത സമസ്ത സംഗസ്യ വിദിക്ത പുണ്യാരണ്യാ ശരണ്യാശാത്മവദാത്മനി സർവേ ക്ഷമാത്മാനം ഭഗവതി വാസുദേവേ തദനു ശ്രവണ മനന സങ്കീർത്തന രാധാനാനു സ്മരണാഭിയോഗോന ശൂന്യാ സകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്നേന മനസ്തതു പുനർമാ ബുധാസ്യാരാത്മാ ഗസോതാമനു പരിശുശ്രവാ. ശ്ലോകത്തിന്റെ അർത്ഥം വേർഡ് ബൈ വേർഡ് മീനിങ് വായിക്കാം. അഹോ കഷ്ടം, ഹാ കഷ്ടം. എല്ലാവരും ആയിട്ട് പറയുക. അഹോ കഷ്ടം, ഹാ കഷ്ടം. ജീവിതത്തിന്റെ എന്തൊരു പരിതാപകരമായ അവസ്ഥ. ഭ്രഷ്ട, അധപതിച്ച, അഹം ഞാൻ ആകുന്നു, ആത്മവത പരിപൂർണത നേടിയ മഹാഭക്തരുടെ,
അനുപദ ജീവിതത്തിന്റെ മാർഗത്തിൽ നിന്ന്, യത് ഏതിൽ നിന്ന്, വിമുക്ത സമസ്ത സംഗത്യ എന്റെ യഥാർത്ഥ പുത്രന്മാരോടും ഗ്രഹത്തോടുമുള്ള സമ്പർക്കം പരിത്യജിച്ചുവെങ്കിലും വിവിക്ത ഏകാന്തത പുണ്യ അരണ്യ പരിശുദ്ധമായ ഒരു വനത്തിൽ ശരണസ്യ ശരണം തേടിയവൻ ആത്മവത അതീന്ദ്രിയ തലത്തിൽ പരിപൂർണമായി സ്ഥിതി ചെയ്യുന്ന ഒരുവന്റെ ആത്മനി പരമാത്മാവിൽ സർവേഷ എല്ലാത്തിൻ്റെയും ആത്മാന ജീവസത്തകൾ ഭഗവതി പരമജീവത്വം പുരുഷനായ ഭഗവാനായി വാസുദേവേ വാസുദേവ ഭഗവാൻ തത് അദ്ദേഹത്തിന്റെ അനുശ്രവണ നിരന്തരം ശ്രവിക്കുക, മനന ചിന്തിക്കുക, സങ്കീർത്തന ജപിക്കുക, ആരാധന ആരാധിക്കുക, അനുസ്മരണ നിരന്തരം സ്മരിക്കുക, അഭിയോഗേന ആത്മകനാകുന്നതിലൂടെ അശൂന്യ നിറയ്ക്കപ്പെട്ട സകലയാമേന ഏതിൽ എല്ലാ സമയവും കാലേന കാലത്താൽ സാമവേശിതം പൂർണമായി സ്ഥാപിക്കപ്പെട്ട സമാഹിതം ഉറപ്പിച്ച കാർച്ച്നേന മുഴുവനായും മനഃ അത്തരമൊരു സാഹചര്യത്തിൽ മനസ്സ് തത് ആ മനസ്സ് തു പക്ഷേ പുനഃ വീണ്ടും മമ എന്റെ അബുദസ്യ ഒരു മഹാവിഡ്ഢി ആരാ വളരെ ദൂരെ നിന്ന് മൃഗസുതം ഒരു മാനിന്റെ പുത്രൻ അനു ബാധിക്കപ്പെടുകയാൽ പരിശുശ്രാവ താഴേക്ക് പതിച്ചു. വിവർത്തനം ശ്രീ ഭക്തിവന്ദ സ്വാമി ചിലരേറ്റ് ദയവായി ഏറ്റു പറഞ്ഞതും ഭരത മഹാരാജാവ് മാനിന്റെ ശരീരത്തിൽ ദുഃഖിക്കാൻ ആരംഭിച്ചു. എന്തൊരു ദൗർഭാഗ്യം! ഞാൻ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുടെ പാതയിൽ നിന്ന് നിബന്ധിച്ചു. ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിനായി ഞാൻ എൻ്റെ യഥാർത്ഥ പുത്രന്മാരെയും പത്നിയെയും ഗൃഹവും ഉപേക്ഷിക്കുകയും വനത്തിലെ വിശുദ്ധമായ ഒരേകാന്ത സ്ഥലത്ത് ആശ്രയം തേടുകയും ചെയ്തു. ഞാൻ ആത്മനിയന്ത്രിതനും ആത്മസാക്ഷാത്കൃതനും ആവുകയും പരമദിവോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ ശ്രവണം, ചിന്ത, കീർത്തനം, ആരാധന, സ്മരണം എന്നിവകളിൽ ആലീനനായി സദാ ഭക്തിത്വ സേവനത്തിൽ മുഴുകുകയും ചെയ്തു. മനസ്സ് സദാ ഭക്തിയുക്ത സേവനത്തിൽ വ്യാപൃതമായിരുന്നതിനാൽ എൻ്റെ ഉദ്യമം വിജയകരമായിരുന്നു. എങ്ങനെ തന്നെയായാലും എൻ്റെ സ്വന്തം മൗഢ്യത്താൽ എൻ്റെ മനസ്സ് വീണ്ടും ആകർഷണത്തിന്റെ വലയത്തിലായി. ഇത്തവണ ഒരു മാനിൽ ഇപ്പോൾ ഞാനൊരു മാനിന്റെ ശരീരം നേടുകയും ഭക്തിയുക്ത സേവന കർമ്മങ്ങളിൽ നിന്ന് വളരെ അഗാധതയിലേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നു. ഭരത മഹാരാജാവിന് ഭക്തിയുക്ത സേവനത്തിന്റെ നിശിതമായ നിർവഹണം നിമിത്തം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജീവിതത്തിലെ കർമ്മങ്ങളും അദ്ദേഹം എങ്ങനെയാണ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ടതെന്നും അനുസ്മരിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം നിമിത്തം അദ്ദേഹം നിസ്സാരമായ ഒരു മാനിൽ ആകൃഷ്ടനാവുകയും
ഒരു മാനിന്റെ ശരീരം സ്വീകരിക്കാൻ നിർബന്ധിതനാകുന്ന തലത്തിലേക്ക് തരം താഴുകയും ചെയ്തു. ഓരോ ഭക്തനും ഉള്ളൊരു സൂചകമാണിത്. നാം നമ്മുടെ പദവി ദുരുപയോഗപ്പെടുത്തുകയും പൂർണ്ണമായും ഭക്തിത്വ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന വിചാരത്തോടെ തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്കും ഭരത മഹാരാജാവിനെ പോലെ ക്ലേശങ്ങൾ സഹിക്കുകയും നമ്മുടെ ഭക്തിത്വ സേവനത്തിന് ഇണങ്ങാത്ത ഒരു ശരീരം സ്വീകരിക്കേണ്ടി വരികയും അതിൽ പരിതപിക്കേണ്ടി വരികയും ചെയ്യും. മനുഷ്യരൂപത്തിന് മാത്രമേ ഭക്തിത്വ സേവനം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ദ്രിയ പ്രയോജനത്തിന് വേണ്ടി മനഃപൂർവ്വം ഇത് നശിപ്പിക്കുന്ന പക്ഷം തീർച്ചയായും നാം ശിക്ഷിക്കപ്പെടും. ഈ ശിക്ഷ ശരിക്കും ഭൗതികവാദിയായ ഒരു സാധാരണ വ്യക്തി സഹിക്കുന്നത് പോലെയുള്ളതല്ല. പരമോന്നതനായ ഭഗവാന്റെ കാരുണ്യത്താൽ ഒരു ഭക്തന് ലഭിക്കുന്ന ശിക്ഷ വാസുദേവ ഭഗവാന്റെ പാദപങ്കജങ്ങൾ പ്രാപിക്കാനുള്ള അവന്റെ ആകാംക്ഷ അധികരിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും. അവന്റെ ഉത്കടമായ ഇച്ഛ മൂലം അടുത്ത ജീവിതത്തിൽ അവൻ ഭഗവത് ധാമത്തിലേക്ക് പോകും. ഭക്തിത്വ സേവനത്തിന്റെ സമ്പൂർണ്ണ വിവരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. തത് അനുശ്രവേണ മനന സങ്കീർത്തന നരദാന സ്മരണാഭിയോഗേന. ഭഗവത്ഗീതയിൽ ഭഗവാന്റെ മഹത്വങ്ങളുടെ നിരന്തരമായ ശ്രവണ കീർത്തനങ്ങൾ ശുപാർശ ചെയ്തിരിക്കുന്നു. സതതം കീർത്തയന്തോ മാം യദന്തച്ച ദൃഢവ്രതഃ. കൃഷ്ണാവബോധത്തിലേക്ക് വന്നിട്ടുള്ളവർ ഒരു നിമിഷം പോലും പാഴാക്കാതിരിക്കാനും പരമദിവ്യത്വ പുരുഷനായ ഭഗവാനെയും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെയും ഒരു നിമിഷം പോലും വിസ്മരിക്കാതിരിക്കാനും അത്യന്തം ശ്രദ്ധാലുക്കളായിരിക്കണം. നാം ഭക്തിത്വ സേവനത്തിൽ ജാഗ്രതയായിരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃഷ്ണൻ സ്വന്തം കർമ്മത്തിലൂടെയും തന്റെ ഭക്തന്മാരുടെ കർമ്മത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. നാം ഭക്തിത്വ സേവന നിർവഹണത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ഇവിടെ ഭരത മഹാരാജാവിനെ മാധ്യമമാക്കി കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ മനസ്സുകളെ സമ്പൂർണമായും കൃഷ്ണാവബോധത്തിൽ സുദൃഢമാക്കണമെങ്കിൽ നാം അവയെ മുഴുവൻ സമയവും ഭക്തിത്വ സേവനത്തിൽ മുഴുകിക്കണം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാം ബലി അർപ്പിച്ചവരാണ്. എങ്കിലും അവർ നിതാന്ത ജാഗ്രതയുള്ളവരായിരിക്കാൻ ഭരത മഹാരാജാവിന്റെ ജീവിതം പാഠമാക്കണം. അതുപോലെ നിരർത്ഥകങ്ങളായ സംഭാഷണങ്ങൾക്ക് വേണ്ടിയും നിദ്രയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആർത്തി പിടിച്ച് ഭക്ഷിക്കുന്നതിന് വേണ്ടിയും ആരും ഒരു നിമിഷം പോലും പാഴാക്കരുത്. ഭക്ഷണം വിലക്കിയിട്ടില്ല എങ്കിലും ആർത്തി കൊണ്ട് ഭക്ഷിക്കുന്ന പക്ഷം നാം ആവശ്യത്തിലേറെ ഉറങ്ങിപ്പോകും. ഇന്ദ്രിയാസ്വാദനം തുടരുകയും നാം നിലവാരം കുറഞ്ഞ ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റം താൽക്കാലത്തേക്ക് എങ്കിലും തടസ്സപ്പെട്ടേക്കാം. ശ്രീല രൂപഗോസ്വാമിയുടെ ഉപദേശം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അവർത്ത കാലാത്വം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഭക്തിത്വ സേവനത്തിന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും വിനിയോഗിക്കുകയില്ല എന്ന് നാം ഉറപ്പാക്കണം. ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ഏറ്റവും സുരക്ഷിതമായ അവസ്ഥ ഇതാണ്. ഓം തത് സത്. ശ്രീല പ്രഭുപാദികി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപീശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചാകൽപിതരൂപേച്ഛ കൃപാസിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
നമോ വിഷ്ണുദായ കൃഷ്ണപ്രഷ്ടായ വിപുലേ ശ്രീമതേ മഹാവിഷ്ണുഭൂസാമിനാമി നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവതപദ സുമേധ ശ്രീ പ്രചാരണേ ലോകതാരിണി ശ്രീ മഹാവിഷ്ണുഭൂസാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തില് ഭരത മഹാരാജാവിനെ കുറിച്ച് പറയുന്ന ഈ മനോഹരമായ ഈ അധ്യായത്തില് പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ ഭാഗവതത്തിൽ തന്നെ ഒറ്റ ശ്ലോകത്തിൽ നീണ്ട ഒരു ശ്ലോകമായി കാണപ്പെടുന്ന ചുരുക്കം ചില ശ്ലോകങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന ഈ ശ്ലോകത്തില് ഭരത മഹാരാജാവ് ഇപ്പോൾ മരണപ്പെട്ട് മാനിന്റെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് പുനർജന്മമുണ്ടോ എന്ന് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഈ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തില് അതിന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നു വിത്ത് എവിഡൻസോടുകൂടി. ഇന്നത്തെ ഈ ശ്ലോകം, ഈ അധ്യായം എല്ലാം പുനർജന്മം നമുക്കുണ്ട് എന്നതിന്റെ തെളിവായി കാണപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഊഹാപോഹത്തിന്റെ ബേസിലല്ലാതെ നമ്മൾ ധർമ്മശാസ്ത്രങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭരത മഹാരാജാവിന്റെ ഈ ഒരു പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പുനർജന്മം ഉണ്ട്, അതിന് നമ്മുടെ കൺസെന്റ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അന്ധകാലേച്ച മാമേവ സ്മരം മുത്താക്കൾ. ഏതാണോ ഒരാള് അന്ധകാലത്തിൽ മരണസമയത്ത് സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, ആ ഭാവത്തെ തന്നെ അയാൾക്ക് നെക്സ്റ്റ് ബർത്തിൽ പ്രാപിക്കേണ്ടി വരും എന്നതിന്റെ കറക്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? ഭരത മഹാരാജാവ് അദ്ദേഹത്തിന്റെ വലിയ രാജ്യം ഉപേക്ഷിച്ചു, മക്കള്, ഭാര്യ എല്ലാം ഉപേക്ഷിച്ചു. എന്തിനാണ്? അത് ആധ്യാത്മിക പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. അതായത് ഇനിയുള്ള സൃഷ്ടകാലം കൂടുതലും വിഷ്ണു സ്മരണത്തിൽ ഏർപ്പെടുവാനും അതേപോലെ തന്നെ കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെടുവാനും ഇനിയുള്ള കുറച്ച് സമയം മാത്രമേ ഞാൻ ഈ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. വാനപ്രസ്ഥമായി, അതായത് ഇനിയുള്ള കുറച്ച് മനുഷ്യ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ഇനിയുള്ള കാലഘട്ടം ഞാന് വേറെ ഒരു രീതിയിലും എന്റെ ശ്രദ്ധ മാറാതെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ പരിപൂർണതയിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മാത്രം എന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് വാനപ്രസ്ഥത്തിന്റെ അർത്ഥം. അങ്ങനെ വാനപ്രസ്ഥം നാട്ടിൽ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡീവിയേഷൻസ് വരും. അതുകൊണ്ട് ആ ഡീവിയേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആരുമില്ലാത്ത ഒരു ഏകാന്ത സ്ഥലത്തിലേക്ക് പോകുക എന്നുള്ളത് അന്നത്തെ ഒരു രീതിയാണ്. സീരിയസ് ആയിട്ട് ഭക്തി പ്രാക്ടീസ് ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഭരത മഹാരാജാവ് വലിയ സാമ്രാജ്യം മക്കളുടെ ഏൽപ്പിച്ചിട്ട് മക്കളെ, ഭാര്യ എല്ലാരെയും ഉപേക്ഷിച്ച്, സ്വത്ത് വകകൾ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി സാധാരണ ഒരാളെ പോലെ പുലകാശ്രമത്തിൽ വന്ന് ഭക്തിത്വ സേവനത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ ഒരു വിഷയത്തിലേക്ക് വന്നു. എന്താണ്? ഇവിടുത്തെ ക്ലാസ്സിൽ എല്ലാവരും ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഒരു തള്ളമാന് ഗർഭിണിയാണ്. ഈ പ്രസവിക്കാന്നുള്ള ആ സമയമായപ്പോഴത്തേക്കും അവിടെ ഒരു സിംഹഗർജനം കേട്ടു. അപ്പോ സിംഹഗർജനം കേൾക്കുമ്പോൾ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, എല്ലാ ജീവജാലങ്ങളിലും ഈ 4 ക്വാളിറ്റീസ് ഉണ്ട്. ആഹാരം കഴിക്കുക, അല്ലെ, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി ഭയമാണ് സ്വരക്ഷയിലേക്ക് അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതേപോലെ തന്നെ ഉറക്കം. ഇതുപോലത്തെ 4 കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അതില് ഭയം എന്നുള്ള ഒരു വികാരം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ബാക്കി 3 വികാരങ്ങൾ വീണ്ടും കുറച്ച് സമയത്തേക്കേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ഭയം എന്നുള്ള വികാരം നമ്മൾ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഇൻസെക്യൂരിറ്റി. അപ്പൊ ഇവിടെ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം എന്ത്? അവർക്ക് എപ്പോഴും ഏത് സമയവും എവിടെ നിന്നെങ്കിലും ഒരു അറ്റാക്ക് വന്നേക്കാം. അപ്പൊ ഈ തള്ളമാന് ഈ പ്രസവത്തിന്റെ സമയം എത്തി നിൽക്കുന്ന സമയത്ത് ഒരു സിംഹഗർജനം കേട്ടു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? സിംഹഗർജനം കേൾക്കുമ്പോൾ മാനൊക്കെ പേടിച്ചു. കാരണം ഈ സിംഹം എന്റെ മേളിൽ ചാടി വീഴോ എന്ന് പേടിച്ചിട്ട് ഈ വെപ്രാളപ്പെട്ട് ഒരു നദിയിൽ എടുത്ത് ചാടുകയുണ്ടായി. സ്വന്തം ജീവൻ ഭയന്നു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ തള്ളമാൻ അവിടെ പേടിച്ച് പ്രസവിച്ചു. ആ ഒരു പേടിയില് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ആ മാന്യ മരണവും സംഭവിച്ചു.
ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ഇന്ന് എല്ലാവരും മരിക്കുന്നതാണ് അറ്റാക്ക് ഒന്നാണ്. അപ്പോ ആ മൃഗം മരിച്ചുപോയി. അപ്പോ ഇവിടെ ശ്രദ്ധയോടെ വിഷ്ണു സ്മരണയിലും അതുപോലെ തന്നെ ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കാര്യത്തിൽ വേണ്ടി ശ്രദ്ധയോടെ ഇരുന്ന ഭരത മഹാരാജാവ് ഇത് കാണാനിടയാണ്. സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കണം, ഒരു മാന് എല്ലാ ജീവജാലങ്ങളിലും ചെറിയ അതിന്റെ ബേബീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ചന്തമുള്ളതാണ്, ആണല്ലയോ? അല്ലെ? സിംഹത്തിന്റെ കുട്ടി എങ്ങനെ ഇരിക്കും? നല്ല രസമാണ്. മാൻകുട്ടികൾ അത് വളരെ രസമുള്ളതാണ്. നമുക്കിതൊന്നും എടുത്ത് സേവിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പട്ടിക്കുട്ടികളെ എടുത്തെങ്കിലും നമ്മൾ സേവിക്കും. കാരണം അത് അത്ര ചന്തമുള്ളതാണ്, വളരെ. അതേപോലെ മനുഷ്യരിൽ തന്നെ ബേബീസിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതേപോലെ ഇവിടെ സേവനത്തിൽ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന ഭരത മഹാരാജാവ് പെട്ടെന്ന് ചിന്തിച്ചു, ആ മാൻകുട്ടി ഇതാ ആ വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടെന്ന് മരിച്ചു പോകും, ഇല്ല എങ്കിൽ ആ സിംഹം വന്ന് അതിനെ ചിലപ്പോൾ എടുത്ത് തിന്നുകളയും എന്ന് ഭയന്ന് പെട്ടെന്ന് ചാടി ആ മാൻകുട്ടിയെ എടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു. ആ വികാരം എന്താണ്? ഒരു വൈഷ്ണവനുള്ള സ്വാഭാവികമായ ഒരു കമ്പാഷൻ, കാരുണ്യം, അല്ലെ? ഒരു വൈഷ്ണവന് ഈ ലോകത്തേക്ക് എല്ലാവരോടും കാരുണ്യമുണ്ട്. സ്വാഭാവികമായിട്ടും മൃഗത്തിനോടും തീർച്ചയായിട്ടും കാരുണ്യമുണ്ട് തന്നെ. അപ്പൊ എന്ത് ചെയ്തു? ആ കാരുണ്യം ഉള്ളിൽ വന്നപ്പോ ഈ ഭരത മഹാരാജാവ് ഓടിപ്പോയി ആ മാൻകുട്ടിയെ എടുത്ത് അതിനെ തലോടി അതിനെ സംരക്ഷിച്ചു. അപ്പൊ അത് നോക്കിയപ്പോ അതിന്റെ തള്ള മരിച്ചുപോയി, അല്ലെ? അപ്പൊ മനസ്സിലാക്കി ഈ കുട്ടിക്ക് ഈ ലോകത്തിൽ സഹായിക്കാനോ സംരക്ഷിക്കാനോ ലോകത്ത് ആരുമില്ല എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരെ എവിടെ എടുത്തുകൊണ്ട് പോയി? ആശ്രമത്തില് മാൻകുട്ടിയെ വളർത്താനാണോ ആശ്രമം ഉള്ളത്? അല്ല. എന്നാലും ആ കമ്പാഷൻ കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ മാൻകുട്ടിയെ എടുത്ത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി അതിന് വേണ്ട ആഹാരവും എല്ലാം കൊടുത്ത് അതിനെ പരിചരിക്കാൻ ശ്രമിച്ചു. ഇനി ശ്രദ്ധിക്കുക, ഒരു കോൺസെൻട്രേഷൻ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. എന്ത് ചെയ്തു? ഇദ്ദേഹം ആ മാൻകുട്ടിയെ വിട്ടിട്ട് ഇദ്ദേഹം വന്നിരുന്ന് ഗായത്രി ജപവും മറ്റുള്ള ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ കാര്യങ്ങളും ചെയ്യുകയാണ്. ഈ ചെയ്യുന്നതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻട്രോൽ എടുത്ത് അത് എവിടെ പോകുന്നത്? ആ മാൻകുട്ടി എന്ത് ചെയ്യുന്നു കാണാൻ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹിസ് ഗ്രേസ് നമ്മുടെ സംഘർഷൻ അധികാരി മഹാരാജിന്റെ ഒരു ദർശനം ഇവിടെ നമുക്ക് കിട്ടിയപ്പോൾ ഗുരുമാതാജി ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ നാമം ജപിക്കുമ്പോൾ എങ്ങനെ ജപിക്കണം എന്ന് പറഞ്ഞു. എന്താണ്? പണ്ടത്തെ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? യജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും അവിടുന്ന് ജയിക്കത്തില്ല. ആ യജ്ഞം കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ അവിടെ നയിക്കത്തുള്ളൂ, അല്ലെ? അത് ആ യുഗധർമ്മമായിരുന്നു യജ്ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ ഈ യുഗധർമ്മം, കലിയുഗധർമ്മം എന്താണ്? ഹരിയുടെ തിരുനാമ ജപമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് മാതാജി പറഞ്ഞു. ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് ജയിക്കാവൂ. ഹരേകൃഷ്ണ മഹാമന്ത്രം 16 മാല നമ്മുടെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് ചില പ്രഭാത സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 16 മാലയും ഇരുന്ന് ജപിച്ചിട്ട് മാത്രമേ അതിന്ന് മാറാം എന്ന് ഗുരുമാതാജി നമ്മോട് പറഞ്ഞു. നമ്മൾ ജപിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഓരോരുത്തർക്ക് അറിയാം. പക്ഷെ ഉപദേശം അതാണ്. നമ്മളെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇന്റർവെൽസ് എടുക്കും. എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽ, നമുക്ക് വെള്ളം കുടിക്കണം, നമുക്ക് നല്ല വിശക്കും, എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം, കോണിംഗ് ബെൽ അടിച്ചു ആരാണെന്ന് നമുക്ക് നോക്കണം, ഇടയിൽ കടയിൽ പോയിട്ട് വരണം, പാല് മേടിക്കണം, കുട്ടിയെ കൊണ്ട് സ്കൂളിൽ വിടാൻ പോകണം, ബസ് വരാൻ സമയമായി, ഇങ്ങനെ 100 ഇന്റർവെൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഇന്റർവെൽസ് ഒന്നും എടുക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഭരത മഹാരാജാവ് നാട്ടിൽ നിന്ന് തന്നെ പോയി എവിടെ പോയത്? കാട്ടിൽ പോയത്. എന്നാൽ അവിടെ പോയപ്പോ ഇവിടെയും ഇന്റർവെൽ എടുക്കേണ്ടി വന്നിരിക്കുന്നു. ആര് കാരണം? മാൻകുട്ടി കാരണം. ഇന്റർവെൽസ് അദ്ദേഹം ചെയ്യുന്ന സാധനയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവെൽ എടുത്ത് മാൻ ഹാപ്പി ആണോ, മാൻകുട്ടി ഹാപ്പി ആണോ, ഇതാണ് അദ്ദേഹം അന്വേഷിച്ചത്. അപ്പൊ എന്താണ് കാരണം? വല്ല മൃഗങ്ങളും വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? അത് സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? അതിപ്പോ ആരോഗ്യവശാൽ ഹാപ്പി ആണോ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽ എടുത്ത് പോയി നോക്കി വരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ പോയി നോക്കിയിട്ട് ഇവിടെ വരുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ്? വീണ്ടും അവിടെ എന്ത് നടക്കുന്നു എന്നതിന്റെ ചിന്തയാണ്. അതുകൊണ്ട് ഇവിടെ കൃഷ്ണസ്മരണയ്ക്ക് പകരം അദ്ദേഹത്തിന് ആരുടെ സ്മരണ വരാൻ തുടങ്ങി? മാൻകുട്ടി സ്മരണ വരാൻ തുടങ്ങി. ഇതാണ് ഇന്റർവെൽസ് നമ്മൾ എടുത്താലുള്ളത്. നമ്മൾ ഇങ്ങനെ ഒരു ടെൻഡൻസി വരുമ്പോഴും നമ്മൾ അതിനെ അടക്കി വീണ്ടും അവിടെ തന്നെ ഇരുന്നാൽ സോൾവ് ആണ്, പ്രശ്നം സോൾവ് ആണ്. എന്നാൽ നമ്മൾ അങ്ങനെയാണോ? അല്ല. അതായത് ഒരു പ്രാവശ്യം ഹിസ് ഹോൾനെസ് രാധാനാഥ് സ്വാമി മഹാരാജ്, ഫോർച്ചുനേറ്റ്ലി മഹാരാജിന്റെ അസോസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
മഹാരാജ് കാർത്തിക് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തുമ്പോൾ 10,000-കണക്കിന് ആൾക്കാർ വന്നിരിക്കുമ്പോൾ മഹാരാജും കൂടെ വന്നിരുന്ന് ജപിക്കാറുണ്ട്. നല്ല ഒരു സെഷനാണ്. അപ്പൊ അങ്ങനെ മഹാരാജ് ഇരുന്ന് ജപിക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. മഹാരാജ് ഇരുന്ന് ഇങ്ങനെ ജപിക്കും, നല്ല രസമാണ് കാണാൻ. അപ്പൊ അങ്ങനെ ഗുരു മഹാരാജ് ഒരിക്കൽ ജപിച്ചുകൊണ്ടേയിരുന്നു ഒരു സ്ഥലം. അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ വന്നത്. എന്താണ് ആ ഇൻഫർമേഷൻ? ഭക്തി ചാരു മഹാരാജ് ശരീരോപേക്ഷിച്ചു. ഇതാണ് അന്നത്തെ ആ ഒരു ഏറ്റവും നല്ല ഫ്ലാഷ് ന്യൂസ്. ഇത് ആരടുത്ത് പറയണം? ഉടനെ ആരടുത്ത് പറയണം? മഹാരാജനോട് പറയണം. അപ്പോ ആൾക്കാർ നൈസ വന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കും പോലെ മഹാരാജന്റെ അടുത്ത് ഇടിച്ചു കയറി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു വിനയവും അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഭക്തന്മാർ ഇങ്ങനെ പമ്മി വന്ന് വിഷയം പറയാൻ വേണ്ടി വരികയാണ്. എന്നാൽ മഹാരാജ് ഒരു വിധത്തിൽ എന്ത് തരുന്നില്ല? മുഖം തരുന്നില്ല. മുഖത്ത് നോക്കിയാലല്ലേ പറയത്തുള്ളൂ. മുഖം ഒരു വ്യക്തി മഹാരാജ് പറഞ്ഞു. ഇപ്പൊ ഒരാൾ വന്ന് അവിടെ നിന്നിരിക്കുന്നു, വേറൊരാൾ വന്നിരിക്കുന്നു. വന്നിരിക്കുന്നവരെല്ലാം ആരാണ്? മഹാരാജന്റെ അടുത്ത് വലിയ വലിയ ആൾക്കാരെ അടുത്ത് വരത്തുള്ളൂ. വന്നിരിക്കുന്നതെല്ലാം അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റും അതിനു മുകളിലുള്ള മഹാരാജന്റെ വളരെ ക്ലോസ് അസോസിയേറ്റ്സ് ആണ്. എന്നാൽ മഹാരാജ് ഒരു വിധത്തില് ആ ക്ലാസിന്റെ ആ ഒരു നാമജപത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ തയ്യാറല്ല? അവര് പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ തയ്യാറല്ല. മഹാരാജ് എന്ത് ചെയ്തു? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, മഹാരാജ് മനസ്സിലായി നമ്മൾ എന്തോ കാര്യം പറയാനാണ് വന്നിരിക്കുന്നതെന്ന്. എന്നാൽ മഹാരാജ് അത് കേൾക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. അവരെന്ത് ചെയ്തു? മഹാരാജ് സമയം തരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്തു. മഹാരാജ് എന്ത് ചെയ്തു? ഒരു 16 മാല ജപിച്ചിട്ട് മാല തൊഴുത് സന്തോഷമായിട്ട് മടക്കി വെച്ചിട്ട് ഇനി പറയൂ എന്നാണ് പറഞ്ഞത്. എത്രയും വലിയ ന്യൂസ്! ഇത്രയും വലിയ ന്യൂസ് ഭക്തിചാരി മഹാരാജ് ശരീരവിഷനുള്ള വലിയ ന്യൂസ് ആയിരുന്നിട്ട് കൂടി മഹാരാജ് 16 മാല ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ അടുത്ത സേവനത്തിലേക്ക് മഹാരാജ് വന്നു. അപ്പൊ ഇതിൽ നിന്ന് മഹാരാജ് കാണിച്ചു തരുന്ന മെസ്സേജ് എന്തെന്നാൽ, എന്തു തന്നെ ഈ ലോകത്ത് നടക്കട്ടെ, നമ്മുടെ ഡ്യൂട്ടി എന്താണ്? കൃഷ്ണ കീർത്തനമാണ് എന്ന് മഹാരാജ് ആചരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവെൽ എടുക്കാതെ നമ്മൾ നമ്മുടെ യുഗധർമ്മത്തിൽ നിമഗ്നരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഗുരു മഹാരാജ് ആ ഒരു ലീലയിലൂടെ നമുക്ക് കാണിച്ചത്. അപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഭരത മഹാരാജാവിന് ഈ ഒരു മാൻകുട്ടിയോടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ സാധനകളിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നിരിക്കുക. അത് ഡിസ്റ്റർബൻസ് ആണെന്ന് തിരിച്ചറിയാൻ ആർക്ക് ആ സമയത്ത് പറ്റുന്നില്ല? ഭരത മഹാരാജാവിന് പറ്റുന്നില്ല. കാരണം അവിടെ അദ്ദേഹം കാണുന്നത് വലിയ ധർമ്മമാണ് ഞാൻ ചെയ്യുന്നു എന്നാണ്. കാരണം എന്ത്? ആ മാൻകുട്ടിക്ക് ഞാനില്ലാതെ വേറെ ആരുണ്ട്? അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു പോയല്ലോ. അപ്പൊ ഞാനില്ലാതെ അദ്ദേഹത്തിന് ആരുണ്ട് എന്നുള്ള ആ ഒരു വികാരം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ഭക്തിയുക്ത ഭഗവത് സേവനത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നും പതുക്കെ അദ്ദേഹം താഴോട്ട് വരികയും. ചോദ്യം ഇതാണ്, നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണമോ അതോ നമ്മൾ നമ്മളോട് തന്നെ കാരുണ്യം കാണിക്കണം? ഇതാണ് ചോദ്യം. ഇതൊരു ചോദ്യമാണ്. നമ്മൾ മറ്റുള്ളവരോടാണ് ആ കാരുണ്യം കാണിക്കേണ്ടത് അതോ നമ്മൾ നമ്മളോട് തന്നെയാണോ കാരുണ്യം കാണിക്കേണ്ടത്? ചോദ്യം എന്താണ്? ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റിയിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പരദുഃഖ ദുഃഖിയെന്ന്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന വ്യക്തിയാണ് വൈഷ്ണവൻ. സത്യമാണ്. അതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് സ്വന്തം ലൈഫാണ്. ഇവിടെ ഇതൊരു ചോദ്യമാണ്. ഇസ്കോൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രീച്ചിങ്ങിനാണോ സാധനയ്ക്കാണോ? പ്രീച്ചിങ് എന്ന് പറയുമ്പോൾ കാരുണ്യമാണ്, സാധനം എന്ന് പറയുമ്പോൾ സെൽഫ് കാരുണ്യമാണ്. അതും കാരുണ്യം തന്നെ, സെൽഫ് കാരുണ്യം. ചോദ്യം ഇതാണ്, നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ പറ്റും. നമ്മളോട് മറ്റുള്ളവർ കാരുണ്യം കാണിക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുമുണ്ട്. അത് പക്ഷെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പലപ്പോഴും കിട്ടാറില്ല, അല്ലെ? ഈ ലോകത്തിൽ പലരും ഡിസ്റ്റർബ്ഡ് ആണ്. എന്തെന്നറിയാമോ? എക്സ്പെക്ടേഷൻ. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടണം, ഒരു കാരുണ്യം കിട്ടണം, ഒരു കെയർ കിട്ടണം, ഒരു ചിരി കിട്ടണം, ഒരു ഹരേ കൃഷ്ണ കിട്ടണം, അല്ലെ? ഒരു സാന്ത്വനം കിട്ടണം, ഒരു സ്പർശനം കിട്ടണം. ഇത് എല്ലാവരും ഒരു ശ്രദ്ധ കിട്ടണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നു, ആണല്ലോ? ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, എല്ലാവരും ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തന്നെ എന്തുകൊണ്ട് കൊടുത്തു? മറ്റുള്ളവരിൽ നിന്നാണെങ്കിൽ മറ്റൊരാൾ തന്നാലേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടി തരാൻ തീരുമാനിച്ചാൽ
നമുക്ക് കിട്ടും. ഞാനൊരു മോട്ടിവേഷൻ സ്പീച്ചിൽ കേട്ടതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് വാങ്ങിച്ച് കഴിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ തട്ടിട്ട് പറയണം വെൽ ഡൺ എന്ന് തട്ടണം എന്ന് പറഞ്ഞു. കാരണം എന്ത്, നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടണോ, വേറെ ആരും തരുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെങ്കിലും തരാം. അപ്പൊ നമ്മളിലുള്ള ആ ഒരു ടെൻഡൻസി, കിട്ടാമെന്നൊരു ടെൻഡൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു രീതിയിലായി മറ്റു രീതിയിൽ കഴിയുമെന്നാണ് ആ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞത്. ഭാഗവതത്തിനെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭരത മഹാരാജാവ് ഫലത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടണം എന്ന് വച്ചാൽ ഇദ്ദേഹം താമസിക്കുന്നത് എവിടെയാണ്? കാട്ടിലാണ്. അവിടെ ആരുണ്ട്? ആരില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം പോയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇദ്ദേഹം വഴിതെറ്റി പോവുകയാണെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി ഒരാള് അവിടെ ഇല്ല. ശരിയല്ലേ? ഏകാന്ത സ്ഥലത്ത് അദ്ദേഹം സർവീസ് ചെയ്യുന്നത്. ഭരത മഹാരാജാവ് ഫാൾ ഡൗൺ ആവാൻ ഒരൊറ്റ കാരണമായിട്ട് നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? അദ്ദേഹം ഭക്തന്മാരുടെ അസോസിയേഷൻ ഡിസ്കണക്ട് ആക്കി. അതാണ് ഫാൾ ഡൗണിന് കാരണം. അല്ലാതെ അദ്ദേഹത്തിന് ഒരു കമ്പാഷൻ ഉണ്ടാവുന്നതും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടവേള എടുക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നമ്മളെല്ലാം ചെയ്യുന്നതുമാണ്. പക്ഷെ അതിന് തിരുത്താനുള്ള ഒരു അവസരം ആരില്ലാതാക്കി കളഞ്ഞു? ഭരത മഹാരാജാവ് ഇല്ലാതാക്കി കളഞ്ഞു. ഭക്തന്മാരുടെ സംഘത്തിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് ഒറ്റ പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പലപ്പോഴും ഫാൾ ഡൗൺ ആവാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ മണ്ടയ്ക്ക് കയറും, നമ്മൾ അതിന് തല വെച്ച് കൊടുക്കും. ചുമക്കാൻ പറ്റാത്ത ഭാരം നമ്മൾ ചുമന്ന് നടക്കുമ്പോൾ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഭക്തൻ വന്ന് ഏതെങ്കിലും രീതിയിൽ രണ്ട് ഉപദേശമോ ഒരു ചീത്ത വിളിക്കുകയോ എന്തെങ്കിലും അവരുടേതായ സ്നേഹത്തിന്റെ പുറത്ത് അത് ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ നമ്മളൊരു ക്രോസ് ചെക്ക് ചെയ്യും. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ കറക്റ്റ് പാതയിലല്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇനി മുതലൊന്ന് വീണ്ടും ശരിയാവാം. ഇങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ ഭക്തന്മാരുടെ അടിയും ലാളനയും പൊട്ടും ഇടിയും ഒക്കെ കൊണ്ട് പലപ്പോഴും നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ശരിയാണോ അല്ലയോ? ആണല്ലോ? ഇതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഒറ്റയ്ക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഭരത മഹാരാജനെ പോലെ നമ്മൾ ശ്രമിച്ചാൽ, ഇത്രയും ശക്തനായ ഭരത മഹാരാജാവ് ഫാൾ ഡൗൺ ആയെങ്കിൽ നമ്മൾ ഫാൾ ഡൗൺ ആവാതിരിക്കുമോ? ശ്രീ ശ്രീ കൃഷ്ണ ബലറാമ കി ജയ്, ശ്രീ ശ്രീ ഗൗരദാജി കി ജയ്. അതുകൊണ്ട് ഭരത മഹാരാജന്റെ ലീലയിൽ നിന്നും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് ഉറപ്പായിട്ട് ഭക്തസംഘം വേണം. നമ്മൾ ഒരിക്കലും ഭക്തസംഘത്തിൽ നിന്നും മാറി നിൽക്കരുത്. നമ്മളുടെ നാച്ചുറൽ ടെൻഡൻസി അനുസരിച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? മായയിലേക്ക് പോകും. മായയിൽ നിന്നും തിരിച്ചു വരിക എന്നുള്ളത് ഒരു കഴിവാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ പുസ്തകം, എങ്ങനെ വിജയിക്കാം എന്നുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഉണ്ടോ? എങ്ങനെ തോൽക്കാം എന്നുള്ള പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പുസ്തകം മാർക്കറ്റിൽ ഉണ്ടോ? ഇല്ല. തോക്കണമെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി, തോറ്റോളും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നാച്ചുറലി തോറ്റോളും. അതിനുവേണ്ടി ഒരു പുസ്തകവും വായിക്കണ്ട, ഒരു എഫോർട്ടും എടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, നാച്ചുറലി തോറ്റോളും. അത് എന്തോ മായയുടെ പുറകെ പൊയ്ക്കോളും, അലസതയുടെ പുറകെ പൊയ്ക്കോളും, മാറ്റിവെക്കലിന്റെ പുറകെ പൊയ്ക്കോളും. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ പേരെന്താ? ഇക്കാലയം. അത് ഓട്ടോമാറ്റിക്കലി ഇക്കാലത്തിന് പൊയ്ക്കോളും. നിങ്ങൾ എഫോർട്ടൊന്നും വേണ്ട. എഫോർട്ട് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരാത്മനാത്മാന, സ്വയം ഉദ്ധരിച്ചിരുന്ന് പുറത്തു കിടക്കാനാണ് എഫോർട്ട് വേണ്ടിയിരിക്കുന്നത്. ഭരത മഹാരാജ ലീലയിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. സ്വയം ട്രീറ്റ്മെന്റ് രക്ഷപ്പെടുമോ? നമുക്കൊരു അസുഖം, സെൽഫ് ട്രീറ്റ്മെന്റ്. എന്നെ കുറിച്ച് ആർക്കറിയാം? എനിക്കറിയാം. ഞാൻ തന്നെ, നമ്മളാണ്, നമ്മുടെ ശരീരമാണ്, നമുക്കാണ് അസുഖം. പക്ഷെ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്താണ് കൺസൾട്ട് ചെയ്യുന്നത്. എനിക്ക് അസുഖമാണ്, രക്ഷിക്കൂ. അപ്പൊ അവിടെ ആരാണ് നമ്മളെ സഹായത്തിനെത്തുന്നത്? ഭൗതിക ലോകത്തിൽ പോലും ഒരു അസുഖം വന്നാൽ കൂടി മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല എങ്കിൽ ആധ്യാത്മിക കാര്യത്തില് നമുക്ക് ആരുടെയും സഹായമില്ലാതെ ഗോലോക വൃന്ദാവനത്തിലെത്താൻ പറ്റുമോ? പറ്റില്ല.
ഉറപ്പായിട്ട് ഭക്തസംഘം വേണം, ഭക്തന്മാരുടെ കാരുണ്യം വേണം, ഭക്തന്മാരുടെ ഇടി വേണം. ട്രെയിനിങ്ങിൽ പോകുമ്പോൾ ശുഭകരമായ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പോലീസില് എക്സാം എഴുതി കിട്ടി, പിന്നെ ഒരു 6 മാസം ആരും അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. എന്താണ് 6 മാസം എന്താ സംഭവിക്കാൻ പോണേ? അത് മിലിറ്ററിയിൽ ഈ ഒരു 6 മാസം എന്താ സംഭവിക്കാൻ പോണേ? എന്തിനധികം ഞാൻ പണ്ട് മെഡിക്കൽ റെപ്പായിട്ട് പോയിരുന്നു, മെഡിക്കൽ റെപ്പായിട്ട് കിട്ടി, പിന്നെ എന്നൊരു ട്രെയിനിങ്ങിന് അയച്ചു, ചെവിയിൽ നിന്നും പുക വന്നു. അത്രയ്ക്ക് അവര് നമ്മളെ ശരിക്കും ട്രെയിൻ ചെയ്തെടുത്തു. എന്തിനു വേണ്ടി? ഇവിടെ ഒരു ജോലി കിട്ടാൻ. നമ്മളിവിടെ നിന്നും ജനന മരണങ്ങൾക്ക് അവസാനം മാത്രമേ ജ്ഞാനം കൊണ്ട് ഉറച്ച മഹാത്മാവ് വാസുദേവനെ ശരണം പ്രാപിച്ച് ഭക്തിത്വ ഭഗവത് സേവനം ചെയ്ത് നമ്മുടെ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ പ്യൂരിഫൈ ചെയ്ത് ഭഗവാന്റെ അടുത്ത് പിന്നെയും നമുക്ക് പോകാൻ പറ്റും. അതിന് നമുക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഒരു ട്രെയിനിങ്ങിന് പോയ ഒരു ട്രെയിനർ ഉണ്ടാവുമല്ലോ, സഹപാഠികൾ ഉണ്ടാവുമല്ലോ, അവരുടെ നിന്ന് ഒരു സഹായം ഇല്ല നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും. കലിയുഗത്തിൽ പോലും ഒരു ജോലി കിട്ടാനേ നമുക്കൊരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. അപ്പൊ ആധ്യാത്മിക ലോകത്തിൽ എത്താൻ ഒറ്റയ്ക്കുള്ള പ്രാക്ടീസ് ഇറ്റ് ഈസ് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ എന്തുണ്ടാക്കി തന്നിരിക്കുന്നത്? ഇതുപോലത്തെ മനോഹരമായ ഇസ്കോൺ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും? പല ടൈപ്പ് ആൾക്കാർ ഒരുമിച്ച് പോകും. എല്ലാവരും ജപിക്കുന്നത് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. എന്നാൽ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണ്. ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതത്ര മാച്ച് ആവില്ല. പക്ഷേ അതിലൂടെയും നമ്മൾ പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, ഒരുമിച്ച് സേവ ചെയ്യുക, ഇതെല്ലാം നമ്മൾ പഠിക്കുക. ഇത് ഇവിടെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയാൽ മാത്രമേ എവിടെ പോകാൻ പറ്റൂ? ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂ. കാരണം അവിടെ സഹകരണത്തിന്റെ ലോകമാണ്. ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് അവിടെ സഹകരണ പ്രസ്ഥാനം മാച്ച് ആവില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിസ്സഹകരണം മാറ്റി സഹകരണം ആയതിനു ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ അവിടെ പോകാം. അപ്പൊ ഇവിടെ നിന്ന് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് വേണം അവിടെ പോകാൻ. അപ്പൊ അതാ. അപ്പൊ ഇവിടെ ഭരത മഹാരാജാവിന്റെ ലീലയിലൂടെ പർപ്പറ്റിൽ പ്രഭുപാദ് വ്യക്തമായി പറയുന്നുണ്ട്, എന്താണ്? നമുക്ക് ഒറ്റയ്ക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഭക്തന്റെ കാരുണ്യത്തോട് ഒരു അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് സങ്കീർത്തനം ചെയ്യും. ഇന്നത്തെ ശ്ലോകം തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? പറയൂ. അഹോ കഷ്ടം. ശ്ലോകം തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? അഹോ കഷ്ടം. എന്താണ് കഷ്ടത്തിന് കാരണം? മനുഷ്യജന്മം കിട്ടി, പക്ഷെ എന്ത് ചെയ്തില്ല? പരിപൂർണതയിൽ എത്തിച്ചില്ല. അതൊരു കഷ്ടമായ കാര്യമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കാരണം ഇനിയൊരു മനുഷ്യജന്മം എപ്പോ കിട്ടുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ അത് ആലോചിക്കുമ്പോൾ ഒരു കഷ്ടമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോ നമുക്ക് കയ്യിൽ കിട്ടിയത് വായിലെത്തിയില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ പണ്ടത്തെ ഒരു വാക്ക്, കയ്യിൽ കിട്ടി എന്നാ എന്തെത്തിയില്ല, വായിലേക്ക് എത്തുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. ആ ഫീലിംഗ് ആലോചിച്ചത് എന്ത് വിഷമായിരിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കയ്യിൽ കിട്ടി, ഗുലാബ് ജാം, ഇവിടെ എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയി, എന്ത് സങ്കടമായിരിക്കും അല്ലേ? എന്നതുപോലെ അവസ്ഥയാണ്. മനുഷ്യജന്മം കിട്ടി എന്നാൽ പരിപൂർണതയിൽ എത്താൻ നമ്മൾ ഭക്തിയുക്ത ഭഗവത് സേവനം, ഹരേകൃഷ്ണ മഹാമന്ത്ര ജപം, സത്സംഗം, ഭാഗവത വായന, ഭഗവത്ഗീത ക്ലാസ്, ഭാഗവത് ഇതിനൊന്നും അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാല് മനുഷ്യജന്മം കിട്ടിയിട്ടും അത് ഉപകാരപ്പെടുത്താൻ എന്നുള്ളതാണ് അതിന്റെ സങ്കടമായ. അങ്ങനെ ആവരുത്. നമ്മൾ തീർത്ഥം കരപാപികളാവരുത്. എന്താവരുത്? തീർത്ഥം കര പാപി. ഞാൻ പണ്ടൊരിക്കൽ ഇസ്കോണിൽ പോയപ്പോൾ നമ്മുടെ നന്ദപുത്ര പ്രഭുവിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ അദ്ദേഹം ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, നമ്മള് പാപികളാണ്, പക്ഷെ ഒരിക്കലും ഏത് പാപിയാവരുത്? തീർത്ഥം കരപാപിയാവരുത്. ഞാൻ ചോദിച്ചു, കൊള്ളാലോ, പുതിയ ഒരു പേര്, തീർത്ഥം കരപാപികൾ. നല്ല പേര്. ശ്രദ്ധയോടെ കേട്ട്, എന്താണ് ഈ തീർത്ഥം കരപാപി? ഇവിടെ അദ്ദേഹം പറയാണ്, നമ്മള് എവിടെ പോകും? തീർത്ഥാടനത്തിന് പോകും. തീർത്ഥാടനത്തിന് പോയിട്ട് ഗംഗ, യമുന, സരസ്വതി ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട്, നിങ്ങളെല്ലാം പോയി കുളിച്ചിട്ട് വരും, നിങ്ങളുടെയൊക്കെ ചെരുപ്പാര് നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. ഈ വിശാല മനസ്കനെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്? തീർത്ഥങ്കര പാപം. നിങ്ങൾ കുളിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് ജലദോഷം. ഇപ്പോ സാമൂഹ്യ സേവനം ചെയ്യും, എല്ലാവരുടെയും ചെരുപ്പ് സൂക്ഷിച്ച് മറ്റുള്ളവർക്കെല്ലാം കുളിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി കൊടുക്കും. ഇതുപോലത്തെ പാപികളെ പറയുന്ന പേരാണ് തീർത്ഥത്തിന്റെ കരവര വന്നു, എന്നാൽ കുളിക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയ ആൾക്കാർ തീർത്ഥം കരപാപികൾ. ചിരിക്കണ്ട, മനുഷ്യജന്മം കിട്ടിയിട്ടും നാമം ജപിക്കാത്തവരെല്ലാം തീർത്ഥം കരപാപികൾ തന്നെ. ഭാഗവതം വായിച്ചിട്ടില്ല എങ്കിൽ തീർത്ഥം കരപാപികൾ തന്നെ. ഫലത്തിൽ നമ്മളെല്ലാം
ഭക്തിയുത ബോധസേവനം ചെയ്യുന്നില്ല എങ്കിൽ തീർത്ഥങ്കര പാപികളാണ്. അങ്ങനെയുള്ള പാപികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വിശാല മനസ്കർ, മറ്റുള്ളവരുടെ കാരുണ്യം ആഗ്രഹിക്കുന്ന സാമൂഹ്യ സേവകർ, അങ്ങനെ ആവാൻ പാടുണ്ടോ? ഉറപ്പായിട്ട് എന്താ സംഭവിച്ചോട്ടെ, ജലദോഷമെങ്കിൽ ജലദോഷം, ഒരൊറ്റ മുങ്ങങ്ങ് മുങ്ങണം, ഗംഗയിൽ വന്ന് യമുനയിൽ വന്ന്, അല്ലെ? അവിടെ കയറി തത്വശാസ്ത്രങ്ങളൊന്നും പറയരുത്. കൈ വയ്യ, കാല് വയ്യ, തലവേദന, കുളിക്കാതിരുന്ന തലവേദന മാറോ? ജലദോഷം മാറോ? കുളിച്ചിട്ടും അതിരുന്നോണ്ട് പോട്ടെ. ഗംഗയിൽ കുളിച്ച് ജലദോഷം വന്ന് മരിച്ചു, അങ്ങനെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ മരിക്കുകയാണെങ്കിൽ ഇതുപോലൊരു വെർത്ത് വേറെ ഉണ്ടോ? ഗംഗയിൽ മരിച്ചു പോയി, വാ എന്താ ലൈഫ്, ഇങ്ങനെ വേണം ലൈഫ്. എന്തായാലും മരിക്കും, ഗംഗയിൽ മരിച്ചു. ഗംഗയിൽ മരിക്കാനാണ് കാശിക്ക് എന്ന് പറഞ്ഞ പണ്ട് ആൾക്കാർ പോകുന്നത്, ഗംഗയിൽ പോയി മരിക്കാൻ. ആ ഭാഗ്യം കിട്ടിയ പുണ്യാത്മാക്കളായി മാറണ്ടേ? പക്ഷേ നമ്മൾ തീർത്ഥം കരപാപി, തീർത്ഥത്തിന്റെ അടുത്തെത്തി മറ്റുള്ളവരുടെ ചെരുപ്പ് സൂക്ഷിക്കുക. ഇതേപോലെയാണ് ഇവിടെ ഭരത മഹാരാജാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അദ്ദേഹത്തിന്റെ ലൈഫില് സകലത ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ആധ്യാത്മികയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അവിടെ അദ്ദേഹം മറന്നുപോയിരിക്കും. ഇപ്പൊ വന്നിട്ട് അത് ഒന്നേന്ന് LKG മുതൽ ഭൗതികമായ അറ്റാച്ച്മെന്റിൽ പെട്ട് ഒരു മനുഷ്യനോടല്ല, പകരം ഒരു മൃഗത്തിനോടാണ് അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് തോന്നിയിരിക്കുന്നത്. പകരം അദ്ദേഹം കോമ്പൻസേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലൈഫാണ്. ലൈഫിൽ പരിപൂർണ്ണ എത്തേണ്ട അവസരമാണ് അദ്ദേഹം കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഭരത മഹാരാജാവിന്റെ ലൈഫിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് 11 പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ. 11 പാഠം. അതിൽ ഒന്ന്, സിമ്പിൾ ആൻഡ് ഇന്റൻസ് ഭക്തി ബ്രിങ്സ് ബ്ലിസ് ഇൻ എനി കണ്ടീഷൻ ഓഫ്. ഭരത മഹാരാജാവ് യഥാർത്ഥത്തിൽ ചെയ്തത് നല്ല കാര്യം. മറ്റെല്ലാ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി എല്ലാ കാര്യവും മാറ്റിവെച്ചിട്ട് അദ്ദേഹം ആ നദീക്കരയിൽ വന്ന് ഭക്തിത്വ സേവനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ശ്ലോകമുണ്ട്. എന്താണ്? അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു, വളരെ സന്തുഷ്ടനായിരുന്നു. ഭക്തിത്വ ഭഗവത് സേവനത്തിൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പത്രം പുഷ്പം ഫലം തോയം. ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ എന്ത് മതി? കൊട്ടാരം വേണ്ട, സ്വർണങ്ങൾ വേണ്ട, സൗഭാഗ്യങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താൻ എന്ത് മതി? പൂവ്, ഇല, കാ, ജലം. പ്രേമവും ഭക്തിയും കൂടെ ആഡ് ചെയ്യണം. അത് എവിടെ ഇരുന്ന് ചെയ്യാം? കൊട്ടാരത്തിൽ തന്നെ വേണമെന്നില്ല. എവിടെ നിന്ന് ചെയ്യാം? എവിടെയും ചെയ്യാം. അപ്പൊ കാട്ടിൽ പോകുമ്പോൾ പൂവ്, ഇല, കാ, ജലം കിട്ടാൻ പാടുണ്ടോ? ഇല്ല. അത് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം കൃഷ്ണന്റെ പ്രീതിപ്പെടുത്തി വളരെ ഹാപ്പി ആയിട്ട് യുഗധർമ്മം അനുഷ്ഠിച്ച് സന്തോഷമായിട്ടിരിക്കും. അതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഇന്റൻസ് ഭക്തി നമുക്ക് ആനന്ദം നൽകും എന്നുള്ളത് സത്യമാണ്. അത് ഭരത മഹാരാജന് കിട്ടിയുമിരുന്നു ഈ മാനിനെ കാണുന്നത് വരെ. രണ്ടാമത്തെ പോയിന്റ്, കമ്പാഷൻ ഫോർ അതേഴ്സ് ഷുഡ് നോട്ട് പുഷ് അസ് ടു ദ മോഡ് ഓഫ് പാഷൻ. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരുണ്യമാർക്കുണ്ടായി. ഭരത മഹാരാജന് കാരുണ്യമുണ്ടായി മാൻകുട്ടിയോട്, തെറ്റല്ല. എന്നാൽ ആ കാരുണ്യം ഏതിലേക്ക് വഴിമാറി? പാഷനിലേക്ക് വഴിമാറി. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രജോ ഗുണത്തിലേക്ക് വഴിമാറി. ഇനിയും വേണം എന്നുള്ള ചിന്തയാണ് രജോ ഗുണത്തിന്റെ സ്വഭാവം. അപ്പം കാരുണ്യം കാണിച്ചു വിട്ടു, പക്ഷെ അത് ഓക്കെ. എന്നാൽ ആ ഒരു അടുത്ത ലെവൽ എന്നുള്ള രീതിയിൽ അത് പാഷനിലേക്ക് അത് പോവാൻ പാടില്ല. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പാഷൻ എന്താ? ക്രിക്കറ്റ് കളിക്കുക, വീണ്ടും 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 കളിക്കുക, അല്ലേ? എന്നതുപോലെ കാരുണ്യം കാണിച്ചു വിട്ടു എന്നുള്ളതല്ല, പകരം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അതൊരു പാഷനായി മാറും. ആര്? ആ മാൻകുട്ടി അദ്ദേഹത്തിന്റെ പാഷനായി മാറും. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഭരത മഹാരാജന്റെ ലീലയിലൂടെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഭാഗം. കാരുണ്യം കാണിക്കാം, പക്ഷെ അതെടുത്ത് കൊണ്ടു നടക്കാം. പാഷനായി നമ്മുടെ തലയിലായി പോകും. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, അറ്റാച്ച്മെന്റ് ലീഡ്സ് ടു അജിറ്റേഷൻ. പാഷൻ ആയി കഴിഞ്ഞാലോ അടുത്ത ലെവൽ എന്താ? അത് നമ്മൾ അജിറ്റേറ്റഡ് ആണ്, അറ്റാച്ച്മെന്റ് ആണ്. കാരണം എന്ത്? പാഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ്. അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താണ്? നമ്മൾ ഡിസ്റ്റർബ് ആവും. എന്താണ് ഭൗതികത ശ്ലോകം? ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിലേക്ക് ആസക്തി ഉണ്ടാവും. ആസക്തിയുടെ അടുത്ത ലെവൽ എന്താണ്? കാമമാണ്. ആ ശ്ലോകം എന്താണ്? ദായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗ സഞ്ജായതേ കാമാ കാമാ ക്രോധാഭിജായതേ ക്രോധാ ഭവന്തി സമ്മോഹാ സമ്മോഹാ സ്മൃതി വിഭ്രമ
സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ കറക്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഭരത മഹാരാജ. എന്താ സംഭവിച്ചത്? ഇദ്ദേഹം ദായതോ വിഷയാൻ പുംഷ. ഇവിടെ ശ്രീകൃഷ്ണന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭക്തി ഭഗവത് സേവനത്തിന്റെ സാധനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദായതോ വിഷയാൻ പുംസ. ഇദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ ആര് വന്നു? വിഷയം വന്നു. ഏത് വിഷയമാണ്? മാൻകുട്ടി എന്നുള്ള വിഷയം വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ദായത വിഷയം സംഘസേ. ഉടനെ അതിന്റെ അടുത്ത് സംഘം ചെയ്യാൻ തോന്നി. അപ്പൊ എന്ത് ചെയ്തു? ഈ ഇടവേളകൾ എടുത്തു, ഇവിടുന്ന് ചാടി അയച്ചു, എന്നിട്ട് സംഘം ചെയ്തു. അതിന്റെ അടുത്ത് പോയി നിന്ന് സംഘം ചെയ്തു, കണ്ടുകൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു, തടവി കൊടുത്തു, ആഹാരം കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു, പാല് കൊടുത്തു, എന്നിട്ട് തിരിച്ചും വന്നു. അപ്പൊ സംഘമായി. ആദ്യം ധ്യാനം, പിന്നെ സംഘം. ദായിതോ വിഷാൻ പുംസ സംഘസ്ഥേജുത സംഘ സഞ്ചായതോ കാമ. അപ്പൊ വീണ്ടും എന്തായി? കാമം ഉണ്ടായി. അതാണ് പാഷൻ. ഇവിടെ പാഷനിലേക്ക് അത് വഴിമാറുകയാണ്. കാമം ഉണ്ടായി. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്ത. സംഘ സഞ്ചായതോ കാമ കാമ ക്രോധാഭിജായത. പിന്നെന്ത് സംഭവിച്ചു? അതാണ് അടുത്ത പരിപാടി. ഈ മാൻകുട്ടിയെ പോയി നോക്കിയപ്പോ കാണാനില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഉടൻ ടെൻഷനായി, അജിറ്റേറ്റഡ് ആയി. അയ്യോ, എവിടെ പോയി, എവിടെ പോയി, എവിടെ പോയി? അവിടെ ഇതിനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, എവിടെ എവിടെ എവിടെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഏത് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? അജിറ്റേഷൻ എന്നുള്ള നെക്സ്റ്റ് ലെവൽ. കാമ ക്രോധാഭിജായത. പൂർത്തീകരിക്കാത്ത കാമം. ഇനി കാണണമെന്നാണ് ആഗ്രഹം, പക്ഷെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് അടുത്ത വികാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താണ്? ക്രോധം. പൂർത്തീകരിക്കാത്ത കാമം, പൂർത്തീകരിക്കാത്ത ആഗ്രഹം നമ്മൾക്ക് ദേഷ്യം ഉണ്ടാക്കും. നമ്മൾ ഈ ലോകത്ത് ആരോടെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? കൈപ്പൊക്കൂ. ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്. ദേഷ്യപ്പെടുന്നില്ലേ? നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ദേഷ്യപ്പെടാത്തവർ കൈപ്പൊക്കൂ. ആരുമില്ല. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്, അതിലെത്താൻ ആരും സഹായിക്കുന്നില്ല, ഉടനെ എല്ലാവരും ദേഷ്യപ്പെടും. അതിനർത്ഥം എന്താ? നമ്മൾ ദൈവത്തിന്റെ പ്ലാനിനേക്കാളും നമ്മൾ മാനിക്കുന്നത് നമ്മുടെ പ്ലാനിനെയാണ്. ഇവിടെ എന്തായി? അറ്റാച്ച്മെന്റ് ഭരത മഹാരാജാവിനുണ്ടായി. കാണാൻ പറ്റുന്നില്ല, ഉടനെ അജിറ്റേറ്റഡ് ആയി, ദേഷ്യം വരാൻ തുടങ്ങി. അതാണ് അടുത്ത പോയിന്റ്. അങ്ങനെ വരരുത്. ഈ ചെയിനെ ബ്രേക്ക് ചെയ്യണം. ഏത് ചെയിനെ ബ്രേക്ക് ചെയ്യണം? കൊറോണ ബ്രേക്ക് ദ ചെയിൻ. കൊറോണ ബ്രേക്ക് ദ ചെയിൻ. അഡ്വർടൈസ്മെന്റ് അല്ലേ? എന്താണ് ഇതിന്റെ അർദ്ധഷിപ്പ്? എന്ന് പറഞ്ഞാൽ ചെയിൻ ആയിട്ട് എല്ലാവർക്കും കൊറോണ പറക്കും. അതുകൊണ്ട് ഇടയ്ക്ക് സോപ്പ് വെള്ളം വെച്ച് കഴുകി ആ ചെയിനെ ബ്രേക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ പോകുന്നത് ഏത് ലെവലാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഉടനെ അതിനെ കട്ട് ചെയ്യണം. നമ്മൾ അടുത്ത ലെവലില് വളരെ മോശമായ അടുത്ത ലെവലാണ്. എന്താണ് അടുത്ത ലെവൽ? ധ്യാനിക്കുക. ധ്യായതോ വിഷയാൻ പുംസ സംഘസേജോപജായതേ സംഘ സഞ്ചായതേ കാമ കാമ ക്രോധാഭിജായത. ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയത്തെ ക്രോധാത് ഭവന്തി സമ്മോഹ. അതെന്തരാണ് സാധനം? സമ്മോഹം. ക്രോധം അറിയാം, കാമം അറിയാം. സമ്മോഹം എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സമ്മോഹം. സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. അതാണ് സമ്മോഹം. അപ്പൊ ഈ സമയത്ത് എന്തും ചെയ്യും. ചാട് അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കൊടുക്കരുത്. അല്ലെ? നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ? സ്വന്തം കുടുംബത്തിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് 5 പേരെ കൊന്നു. പത്രത്തിൽ വായിച്ചില്ലേ? സമ്മോഹം. അതിന്റെ ഫ്രണ്ടിൽ ചാടി കൊടുത്താൽ ആര് ചാടണോ അവരെല്ലാം അവർ അടിക്കും. അത് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പൊ സമ്മോഹം. സമ്മോഹം കഴിഞ്ഞാൽ എന്താ? സ്മൃതി വിഭ്രമ. എന്താ? ഈ സ്വന്തം വീട്ടുകാരെ ഒരാൾ കൊല്ലുകയാണെങ്കിൽ അത് സ്മൃതി, ബോധമില്ലാതെ ചെയ്യുന്നതാണ്. സ്മൃതി വിഭ്രമ. ആ സ്റ്റേജിലാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ. എന്തിനു ചെയ്തു എന്ന് വെച്ചാൽ ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ. ഈ പടിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലെവൽ എന്താ? സ്മൃതി ഭ്രംശ ബുദ്ധിനാശോ. ബുദ്ധിയില്ലായ്മയാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടുകാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയാണ്, അല്ലേ? ബുദ്ധിനാശം സംഭവിച്ചാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിനാശം കഴിഞ്ഞ അടുത്ത ലെവൽ എന്താ? പ്രണശ്യതി. അദ്ദേഹം നേരെ എവിടെ പോകണു? ജയിലിലേക്ക് പോവുകയാണ്. ഇത്രയും ധീര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജയിലിലേക്കാണ് യാത്ര. അപ്പൊ അദ്ദേഹം ഹാപ്പിയാണോ? മറ്റുള്ളവർ ഹാപ്പിയാണോ? ആരും ഹാപ്പി അല്ല. ഈ ഒരാളുടെ പ്രവൃത്തിയുണ്ട്. ഇതാണ് അടുത്ത ലെവൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കമ്പാഷൻ ആവാം, പക്ഷെ അതിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് പോവാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. അത് പാഷനിലേക്ക് വഴിമാറും. അവിടെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ, അവിടെ കട്ട് ചെയ്യണം എന്നാണ് ഭരത മഹാരാജാന്റെ 3ാമത്തെ പാഠം. 4, മീറ്റിംഗ്സ് ആൻഡ് സെപ്പറേഷൻസ് ആർ കൃഷ്ണാസ് അറേഞ്ച്മെന്റ്. നമ്മൾ ഒരാളെ കാണുന്നതും നമ്മൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്ന് അകന്നു പോകുന്നതും നമ്മുടെ കയ്യിലാണോ? നമ്മുടെ കയ്യിലാണോ? ശരിക്കും ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബന്ധങ്ങളെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകം നമ്പർ ഞാൻ മറന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, സത്യമാണ്. എങ്ങനെയാണോ
ഒരു പുഴയിൽ കുറെ കമ്പുകളും കൊമ്പുകളും എല്ലാം ഒഴുകി വരും. ഇത് ഇടിക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആ ഒഴുക്കിൽ കറങ്ങി ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുമ്പോ ഈ ഒരുമിച്ച് വന്ന കൊമ്പുകളിൽ ഒരു കമ്പ് ഇതിലേ ഉള്ള വെള്ളത്തിൽ ഒഴുകിപ്പോവും, മറ്റേ കൊമ്പ് ഇതിലേ ഉള്ള വെള്ളത്തിൽ ഒഴുകിപ്പോവും. പിന്നെ എപ്പോഴെങ്കിലും ഈ രണ്ട് കൊമ്പുകളും തമ്മിൽ ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ കൂടെ ഒരുമിച്ച് വരുന്ന സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സ്വന്തക്കാര്, ബന്ധക്കാര്, മിത്രങ്ങള് എല്ലാം കാലഗതിയിൽ ഒരുമിച്ച് വരുന്നു, ചിലപ്പോൾ എന്നേക്കുമായി പിരിഞ്ഞു പോകും. ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് അവരോട് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു വികാരം നല്ലതല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ വലിയ പാടുള്ള ഒരു കാര്യമാണ്. വിഷയം എങ്ങനെയെന്ന് വെച്ചാൽ, അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ജീവിത വീതിയിൽ നമുക്ക് പിരിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ മനസ്സിലാക്കണം. എന്റെ ഗുരുമാരായി പറയുന്ന ഒരു 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 ടച്ച് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിലെ ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ യാത്ര ചെയ്യും അല്ലെ, എല്ലാവരും ഒരേ സ്ഥലത്താണോ പോകുന്നത്? അവിടെ വെച്ചാണ് നമ്മൾ പലരെയും പരിചയപ്പെടുന്നത്. ആ സംസാരിച്ചുകൊണ്ടും കഥ പറയുന്ന സമയത്ത് ആ ട്രെയിൻ മൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര നല്ല തമാശ കഥ നമ്മൾ പറഞ്ഞാലും അവരവരുടെ ഡെസ്റ്റിനേഷൻ വരുമ്പോൾ അവർ പെട്ടിയും എടുത്ത് തപ്പണ ഇറങ്ങിക്കളയും അല്ലെ. പിന്നെ നോക്കുമ്പോൾ അവിടെ ശൂന്യതയാണ്. ഇത്രയും സന്തോഷമുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര അല്ലെ. എത്ര തന്നെ അറ്റാച്ച്മെന്റും ഫ്രണ്ട്ഷിപ്പും അതിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടായാലും ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ എല്ലാവരും ഇറങ്ങിയേ പറ്റും ഇല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കളും ഭാര്യയും അമ്മയും അച്ഛനും ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഈ ജീവിത വീതിയിലുള്ള ഒരു യാത്രയുടെ ഇടയിൽ കണ്ട ആൾക്കാരാണ്. പക്ഷെ എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ഒന്നല്ല. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. സത്യമാണ്. അപ്പൊ അവരവരുടെ ഡെസ്റ്റിനേഷൻ, അവരുടെ വിളി വരുമ്പോൾ നമുക്ക് പോയേ പറ്റും. സുകൃതി പ്രഭു, നമ്മുടെ പ്രിയമിത്രം, നമ്മുടെ എല്ലാവരുടെയും പലരുടെയും ശിക്ഷാഗുരു ഒരാൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. 62 വയസ്സേ ഉള്ളൂ. ഭക്തിയുത ഭഗവത് സേവനത്തിൽ എന്തെല്ലാം അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് നല്ല പരമഭാഗവതനായിരുന്നു. പക്ഷെ ഭഗവാൻ വിളിച്ചു, അദ്ദേഹത്തിന് പോയി, അദ്ദേഹം പോയി ഇല്ലേ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എത്ര പേര് ഉണ്ടാവും ആർക്കറിയാം. ഇതാണ് ഈ ലോകം. അതുകൊണ്ട് നമ്മള് മീറ്റിംഗ്സും സെപ്പറേഷൻസും ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. അത് കൃഷ്ണൻ തരുന്ന സമയത്ത് മാത്രമേ മീറ്റ് ചെയ്യാനും പറ്റൂ. അകന്നു പോകുന്നതും കൃഷ്ണൻ വിചാരിക്കുന്ന സമയത്ത് ആൾക്കാർ അകന്നു പോകും. അതുകൊണ്ട് ആ ഒരു മാൻകുട്ടിയെ അവിടെ മീറ്റ് ചെയ്യുക എന്നുള്ളതും കൃഷ്ണന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ നോക്കിയപ്പോ ആ മാൻകുട്ടി അവിടെ കാണാനില്ല. അതും ആരുടെ അറേഞ്ച്മെന്റ് ആണ്? ഭഗവാന്റെ അറേഞ്ച്മെന്റ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതാണ് അടുത്ത. അല്ലാതെ അജിറ്റേറ്റഡ് ആവരുത് എന്നാണ്. അടുത്ത പോയിന്റ് ഭരത മഹാരാജ് എന്ന് പഠിക്കേണ്ടത് നെഗ്ലിജൻസ് റിസൾട്ട്സ് ഇൻ റീബർത്ത്. നമ്മൾ ഭക്തിയുദ്ധ ഭഗവത് സേവനത്തിൽ ബോധപൂർവം നമ്മൾ അശ്രദ്ധമാവുകയാണെങ്കിൽ അതിനൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താണ് ആ ഗിഫ്റ്റ്? ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. ഒരു ജന്മം ആയാൽ കൊള്ളാം, ചിലപ്പോൾ വലിയ ഗിഫ്റ്റ് ആയിരിക്കും തരുന്നത്. ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. അപ്പൊ ഭക്തിയുദ്ധ ഭഗവത് സേവനത്തിൽ നമ്മൾ ശ്രദ്ധാലു അല്ല എങ്കിൽ ഉടനെ ഒരു ഗിഫ്റ്റ് നമുക്കുണ്ട്. എന്താണ് ആ ഗിഫ്റ്റ്? റീബർത്ത് ആണ് ആ ഗിഫ്റ്റ്. അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഭരത മഹാരാജ് ആ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് ആ ഗിഫ്റ്റ്? മനുഷ്യ ശരീരത്തിലല്ല, പകരമോ മൃഗശരീരത്തിലേക്ക് പോകേണ്ടി വന്നു. അതാണ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് നല്ല ഗിഫ്റ്റ് ആണോ? നല്ല ഗിഫ്റ്റ് ആണോ? പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്ക് മുകളിൽ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തില്ല, ഉടനെ നമുക്ക് ട്രാൻസ്ഫർ ആണ്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അത് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഒരു ഭഗവാൻ സർവത്തിന്റെയും കൺട്രോളറായ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താത്ത ഒരു കാര്യം നമ്മൾ ചെയ്യും, നമുക്കും ഒരു ട്രാൻസ്ഫർ ഉണ്ടാവൂലേ? അത് ഈ ശരീരത്തിൽ തന്നെ നിർത്തി നിൽക്കാൻ പറ്റുമോ? ഇനി കരമനയിൽ പോസ്റ്റിംഗ് മതി, പേർക്കടയിൽ പോസ്റ്റിംഗ് കൊട്ടിയാൽ കൊള്ളാം, നമുക്ക് പറയാൻ പറ്റുമോ? തൂക്കിയെടുത്ത യുഗാണ്ടയിലോ അല്ലെ മനുഷ്യവാസം ഇല്ലാത്ത വല്ല സ്ഥലത്തോ പോസ്റ്റ് ചെയ്താൽ അവിടെ പോണം. അതുപോലെ ഈ നമ്മൾ എന്തിനാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുന്നത്? നമ്മൾ ഇതിനകത്ത് നേരെ നല്ല നടപ്പിലല്ലായിരുന്നു. നല്ല നടപ്പിലുണ്ടെങ്കിൽ ആരെങ്കിലും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമോ? അപ്പൊ നല്ല നടപ്പിലില്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കണം. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അങ്ങനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ മനുഷ്യ ശരീരത്തിൽ നിന്നും മാൻകുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ ആർക്കുണ്ടായി? ഭരത മഹാരാജാനുണ്ടായി. അതുകൊണ്ട് അതിന് കാരണം എന്ത്? നെഗ്ലിജൻസ്. എന്താണ്? ട്രാഫിക് പോലീസ് കാരനാണ്. പക്ഷെ
സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനും പോയി. ഇവിടെ മൊത്തം ജാമായി. അതെന്താണ്? നെഗ്ലിജൻസ്. എന്താണ്? സ്വന്തം ഡ്യൂട്ടിയിലെ അശ്രദ്ധ. ഉടനെ അദ്ദേഹത്തിന് പ്രൊമോഷനോടുകൂടി ഉയർന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ. അങ്ങനെ സംഭവിക്കുമോ? ഇപ്പൊ ഉള്ള പോസ്റ്റിൽ നിന്ന് താഴെ ഇറക്കി ഡീ പ്രൊമോഷൻ ആണ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെയാണ് നെഗ്ലിജൻസ് ആണ്, അശ്രദ്ധ. നമ്മുടെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും പുറകോട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള ഡീ പ്രൊമോഷൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധയോടെ. ചായ കുടിക്കുന്നത് തെറ്റല്ല, പക്ഷെ ട്രാഫിക് ജാം ആവരുത്. ഒരു ട്രാഫിക് പോലീസുകാരൻ ചായ കുടിക്കുമ്പോൾ എന്താവരുത്? ട്രാഫിക് ജാം ആവരുത്. അല്ല, ചായ കുടിക്കാനേ പാടില്ല, അങ്ങനല്ല ഞാൻ ആ രീതി പറഞ്ഞതാ. അപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കർത്തവ്യ നിർവഹണത്തിന് പുറകോട്ട് പോയുള്ള ഡീവിയേഷൻസ് പാടില്ല. ഇന്റർവെൽ എടുത്തതാണ്, ഭരതമഹാരാജ ഇന്റർവെൽ എടുത്ത പോലെ ട്രാഫിക് പോലീസ് ഇന്റർവെൽ എടുത്തതാണ്, മൊത്തം ജാമായി. അങ്ങനെ നമ്മുടെ ലൈഫ് ജാമാവുന്ന രീതിയിൽ നമ്മൾ ഒരു ഇന്റർവെൽ എടുക്കരുത്. അത് ഭരത മഹാരാജാവിൽ നിന്നും പഠിക്കാം. അടുത്തത്, ഡിവോഷണൽ സർവീസ് നെവർ ഗോസ് ഇൻ വെയിൻ. ഇനി ഇന്റർവെല്ലൊക്കെ എടുത്തു എങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്നത് ഭക്തി വ്യവസായം ആണെങ്കിൽ അതിന് ഒരു റിസൾട്ട് ഉണ്ട്. എനിക്ക് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 100% നന്നായി ചെയ്യൂല, അതുകൊണ്ട് ഞാൻ ചെയ്യണേ ഇല്ല എന്ന് പറഞ്ഞോളരുത്. എന്തായാലും നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് എനിക്ക് വരാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? സത്സംഗത്തിലേ വരുന്നില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഭക്തിയിൽ വന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ട് വരുന്നേ ഇല്ല. നമ്മൾ ചോദിക്കും എന്താ വരാത്തെ? അത് നിങ്ങൾ പറയുന്ന പോലെ എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ആ ഏരിയയില് ഞാനിങ്ങ് വരില്ല. അങ്ങനെ ചെയ്യരുത്. പറ്റുന്നത് പോലൊക്കെ ചെയ്യണം. വന്നും പോയിരിക്കൂ. നിങ്ങൾ പൂർണ്ണമായും ഇതേപോലെ ഒന്നും ചെയ്യണ്ട. എന്റെ അടുത്ത് ഒരാള് പ്രോഗ്രാമിന് വരാൻ പറഞ്ഞപ്പോ ഞാൻ തുളസിമാല ഇടൂല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ തുളസിമാല ഇടാൻ പറഞ്ഞില്ലല്ലോ, പ്രോഗ്രാമിന് വരാൻ. ഞാൻ തുളസിമാല ഇടൂല. ഞാൻ നിങ്ങൾ ഇടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരൂല. പ്രോഗ്രാമിന് വരും. ഉടനെ അവര് അങ്ങറ്റമാണ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിവോഷണൽ സർവീസ് നെവർ ഗോസ് ഇൻ വെയിൻ. നമ്മൾ കുറച്ച് ചെയ്തെങ്കിൽ കൂടിയും അതിന് ഫലമുണ്ട്. എന്താണ്? സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ പ്രായതോ മഹതോ ഭയം. നമ്മൾ കുറച്ച് ചെയ്തെങ്കിലും അതിന് ഫലമുണ്ട്. ഇവിടെ ഇദ്ദേഹം കുറച്ചാണോ ചെയ്തത്? അല്ല, ഇവിടെ ഒരുപാട് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ലൈഫ് കംപ്ലീറ്റ് കൃഷ്ണന് സാപം. ചെറിയൊരു ഡീവിയേഷൻ വന്നു, അതുകൊണ്ട് വലിയ ശിക്ഷയല്ല, ചെറിയ ശിക്ഷയേ ഉള്ളൂ. എന്താണ് ചെറിയ ശിക്ഷ? നെക്സ്റ്റ് ബർത്തില് മൃഗമായിട്ടാണ് ജനിച്ചത് എങ്കിൽ കൂടിയും ആ മൃഗശരീരത്തിൽ ഇരുന്നിട്ട് കൂടി എന്ത് ഓർക്കാൻ കഴിയുന്നുണ്ട്? പൂർവജന്മത്തിൽ അദ്ദേഹം ചെയ്ത സർവീസ് ഓർക്കാൻ കഴിയുന്നുണ്ട്, കൃഷ്ണനെ ഓർക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല, പ്രിയപ്പെട്ട നമ്മുടെ മനോഹര ചൈതന്യദാസ്, അദ്ദേഹം കരമന നമ്മുടെ സത്സംഗത്തിൽ കുറച്ച് ദിവസം ഫുൾ ടൈം അവിടെ സ്റ്റേ ചെയ്തിരുന്നു. ഞങ്ങളെ രണ്ടുപേരും സംസാരിച്ച ഒരു വിഷയമുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരു പട്ടി എന്നും അവിടെ വന്ന് ഞാൻ ആ ക്ഷേത്രത്തിൽ പ്രസാദം കഴിച്ചിട്ട് പോകും. നമ്മൾ തമ്മിൽ സംസാരിച്ചു. ഈ പട്ടി സാധാരണക്കാരനല്ല, എത്രയോ സ്ഥലത്ത് ആഹാരം കിട്ടും. അപ്പൊ ഈ പട്ടി എന്തുകൊണ്ട് നമ്മുടെ സത്സംഗത്തിൽ വന്ന് ഈ പ്രസാദം കഴിക്കുന്നു? നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആ പട്ടി കറക്റ്റായിട്ട് ആ സമയമാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വരും, നമ്മൾ തരണത് കാത്തിരിക്കും, അത് കഴിക്കും. അങ്ങനെ ഒരു ചെയ്യും. എന്താണ് കാരണം? ആ ആള് ചില്ലറക്കാരനല്ല. പൂർവ്വജന്മത്തിൽ ഇതേപോലെ ഭരത മഹാരാജനെ പോലെ പരിപൂർണതയിൽ എത്താതെ മരിച്ചുപോയ ഒരു ആത്മാവാണ്. പക്ഷെ ആ ആത്മാവ് പട്ടിയുടെ ശരീരത്തിലാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ കൂടിയും സത്സംഗത്തിന്റെ മഹിമ അറിയാം. അതുകൊണ്ട് ആ പാവപ്പെട്ട അദ്ദേഹം വന്ന് അവിടെ കറങ്ങി നിന്ന് പ്രസാദമൊക്കെ കഴിച്ചു. കേട്ടോ, ഇത് ഈ കലിയുഗത്തിനുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ മൃഗത്തിനെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്നെനിക്ക് എടുക്കാം കേട്ടോ. നമ്മള് ഗുരുവായൂർ കേശവൻ ആനയാണ്. പക്ഷെ ആനയുടെ കോൺഷ്യസ്നെസ് ഭക്തിയിൽ നമുക്ക് ചിലപ്പോൾ ഇല്ലെന്ന് വേണം തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല കൃഷ്ണഭക്തിയുള്ള ആന. ഗുരുവായൂർ കേശവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭഗവാന്റെ തിടമ്പ് വെച്ചുന്ന ആന. ആനയുടെ ആ ഒരു ബോധം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയത്. അത്ര നല്ല ഭക്തനായ ആന. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഈവൻ മനുഷ്യരുടെ അല്ലെങ്കിൽ കൂടി. ഇവിടെ ഭരത മഹാരാജാവ് മാൻകുട്ടിയുടെ ശരീരത്തിലേക്കാണ് അദ്ദേഹം അടുത്ത ബർത്തിൽ എടുത്തെങ്കിൽ കൂടിയും കൃഷ്ണൻ കാരുണ്യം കൊടുത്തിരിക്കുകയാണ്. കാരണം എന്ത്? മാനിന്റെ ശരീരത്തിൽ പോയാൽ സാധാരണ മനുഷ്യനായിരുന്നിട്ട് ഇന്നലെ എന്ത് ചെയ്യുന്നു ബോധമില്ല. അപ്പൊ പിന്നെ മൃഗത്തിന്റെ ശരീരത്തിൽ വന്നിട്ട് പൂർവ്വജന്മം ഓർക്കാന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ? എന്നാൽ കൃഷ്ണൻ വിചാരിച്ചാൽ നടക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട്, പൂർവ്വജന്മത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കൊരു ഓർമ്മയില്ല, പിന്നെ എന്തിനാണ് അതെന്താണ് സംവിധാനം എന്നൊക്കെ ചോദിച്ച് നമ്മളെ പൂർവ്വജന്മത്തിൽ ചില പാവമാണ് ഈ ജന്മത്തെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല.
അവർ പറയും അതെന്താ ഇന്നലെ ചെയ്ത കാര്യം എനിക്ക് ഓർമ്മയില്ല, പിന്നെ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം ഇപ്പൊ അനുഭവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ 100 പുത്രന്മാർ നഷ്ടപ്പെടാനുള്ള കാരണം എന്ത് എന്ന് കൃഷ്ണനോട് ധൃതരാഷ്ട്രൻ ചോദിക്കുമ്പോൾ 100 പുത്രന്മാർ ജനിക്കാൻ നിനക്ക് പുണ്യം വേണ്ടി, 100 ജന്മം പിന്നെ എടുത്താണ് ആ പുണ്യം ഉണ്ടാക്കിയത്. അപ്പൊ എപ്പോഴാണ് ആ 100 പുത്രന്മാർ ഒരുമിച്ച് വരാനുള്ള പുണ്യം കിട്ടിയത്, അപ്പൊ നിന്റെ പാപം 100 വർഷമായി 100 ജന്മമായി നിന്നെ ഫോളോ ചെയ്ത് കയറി പിടിച്ചു. കാർമിക് റിയാക്ഷൻ അത്ര കൃത്യമാണ്. അപ്പൊ എന്നതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഡിവോഷണൽ സർവീസ് നെവർ ഗോസ് ഇൻ വൈൻ. നമ്മൾ കുറച്ചെങ്കിലും എപ്പോഴെങ്കിലും കൃഷ്ണന് വേണ്ടിയോ കൃഷ്ണഭക്തന്മാർക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫലം 100% നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ മൃഗശരീരത്തിൽ മാറ്റപ്പെട്ടിട്ട് കൂടി അദ്ദേഹത്തിന്റെ ബോധമണ്ഡലം ആരിലായിരുന്നു? കൃഷ്ണനിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെയുള്ളതെല്ലാം ഭക്തന്മാരുടെ സംഘത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, റെപ്പന്റൻസ് ലീഡ്സ് ടു റാക്ടിഫിക്കേഷൻ. നമുക്ക് ഒരു പ്രായശ്ചിത്തം, നമ്മൾ തെറ്റിപ്പോയി എന്ന് നമ്മൾ സമ്മതിച്ചാൽ ഉടനെ നമുക്ക് എന്തുണ്ടാവും? ഭഗവാന്റെ സപ്പോർട്ട് ശരിയാക്കാൻ കിട്ടും. പ്യൂരിഫിക്കേഷൻ അല്ലെ, റാക്ടിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമ്മൾ എന്ന് സമ്മതിക്കുന്നുവോ അപ്പൊ തന്നെ നമുക്ക് ഒരു സഹായം കൂടെ ആരുടെ നിന്ന് കിട്ടും? ഭഗവാനിൽ നിന്ന് കിട്ടും. നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ സമ്മതിക്കും. നമ്മൾ ആരെ കുറ്റം പറയും? ആരെങ്കിലൊക്കെ കുറ്റം പറയും. നമ്മുടെ തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. എപ്പോഴാണോ നമുക്ക് ഒരു ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് നമുക്ക് തോന്നുന്നത്, അപ്പോൾ മുതൽ ശരിയാക്കാൻ വേണ്ടിയുള്ള സഹായം എവിടെ നിന്ന് വരാൻ തുടങ്ങും? ഭഗവാനിൽ നിന്നും വരാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഒരു തെറ്റ് പറ്റിയാൽ അതൊരു അത്ഭുതമൊന്നുമല്ല. ബദ്ധജീവാത്മാവിന് തെറ്റ് പറ്റും. പക്ഷെ നമ്മൾ ഉടനെ നമ്മളോട് നമ്മൾ കാരുണ്യം കാണിക്കേണ്ടത് എങ്ങനെയെന്നാൽ നമ്മൾ അത് സമ്മതിക്കും. ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്നും പരമാത്മാവ് ആ പ്രശ്നത്തിൽ നിന്ന് ഊരാനുള്ള വഴി നമുക്ക് ഉടനെ കാണിച്ചു തരും. ഇവിടെ മാനിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ പറഞ്ഞ ഭരത മഹാരാജാവിന് മനസ്സിലായി, ഞാൻ പൂർവ്വജന്മത്തിൽ ഞാൻ മനുഷ്യനായിരുന്ന സമയത്ത് കമ്പാഷൻ എനിക്ക് ഉണ്ടായി, പക്ഷെ അത് പാഷനിലേക്ക് കൺവെർട്ട് ആയത് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ബൈ മിസ്റ്റേക്ക് എനിക്കത് സംഭവിച്ചു, ഇനി അത് സംഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും പരമാത്മാവ് അതിന്റെ അടുത്ത ലെവലിലേക്ക് എത്താൻ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതാണ് അടുത്ത പരിപാടി. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അതാണ് ആ വാക്ക്, നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കൃഷ്ണൻ നമ്മളെ സഹായിക്കും. അടുത്തത്, ഡോണ്ട് വേസ്റ്റ് ടൈം. അടുത്ത പരിപാടി എന്താ? ഇനിയുള്ള സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാനില്ല. ആരുടെയും കാര്യങ്ങൾ നോക്കി എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പ്രീച്ചിങ് ആണോ ഞാൻ ചെയ്യേണ്ടത്? സാധനയാണോ ഞാൻ ചെയ്യേണ്ടത്? ഇവിടെയാണ് വീണ്ടും ചോദിക്കേണ്ടത്. പ്രീച്ചിങ് ആണോ ചെയ്യേണ്ടത്? സാധനയാണോ ചെയ്യേണ്ടത്? പ്രീച്ചിങ് ആണോ ചെയ്യേണ്ടത്? സാധനയാണോ ചെയ്യേണ്ടത്? എന്റെ ഗുരുമാരായി പറയും, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞ പോലെ ജപിച്ചാൽ മാത്രം മതി. നീ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും നിനക്ക് വേണ്ട. ഞാൻ പറഞ്ഞ ജോലി നന്നായി ചെയ്താൽ ബാക്കിയൊക്കെ വന്നു ചേർന്നു. നമുക്ക് സാധനം ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യാനുള്ള ഒരു വലിയ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് വേണ്ട. എന്താണ്? പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. നിനക്ക് പ്യൂരിറ്റി ഉണ്ടാകണമെന്ന് നാമം ജപിക്കണം. പ്യൂരിറ്റി കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മറ്റുള്ളവരെ മാറ്റാൻ പറ്റുള്ളൂ. പ്യൂരിറ്റി ഇല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത ബിൽഡിംഗ് പോലെ മൂക്കുകുത്തൻ താഴെ. നമ്മൾ എത്ര പറഞ്ഞിട്ടും ആരും നമുക്ക് മാറണമെന്ന്, നമുക്ക് മറ്റുള്ളവരെ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ മാറ്റി കാണിച്ചു കൊടുക്കണം. നമ്മൾ സാധനം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും സാധനം ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി തോന്നിക്കോളും. പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. അപ്പൊ ഡോണ്ട് വേസ്റ്റ് ടൈം. നമുക്ക് സമയമുണ്ടോ? പറയൂ. നമ്മൾ ഇനി എത്ര മാല ജപിക്കും? ഒരു ദിവസം 16 മാല വെച്ച് 365 ദിവസം എത്ര മാല ജപിക്കും? ഒരു വർഷം കൊണ്ട് എത്ര മാല ജപിക്കും? എത്ര വർഷം ഇനി ജീവിച്ചിരിക്കും? അത്രയും കൂടെ മാല മാക്സിമം ജപിക്കും. പിന്നെ പണ്ട് ജപിക്കാൻ മാല പെൻഡിങ് ഉണ്ടെങ്കിൽ ആ നോട്ട് ബുക്കിൽ എഴുതി കണക്കൊക്കെ കൂട്ടിയൊക്കെ വരുമ്പോ നീ എത്ര മാല നമ്മൾ ജപിച്ച് തീർക്കാൻ പറ്റും? മനസ്സിലായോ? നമുക്ക് സമയമില്ല. ഇനിയുള്ള സമയം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. പെൻഡിങ് എല്ലാം തീർത്തിട്ടേ മരിക്കാവും. ഒരിക്കലും ഗുരുവിനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ പാലിക്കാതെ മരിക്കരുത്. അഥവാ പെൻഡിങ് ഉണ്ടെങ്കിൽ ജപിച്ച് തീർക്കണം. പ്രഭുപാദിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 16 മാല ജപിച്ചാൽ അദ്ദേഹം ബാക്കി നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം പ്രോമിസ് തന്നിരിക്കുകയാണ്. മനുഷ്യ ജന്മത്തിൽ മാത്രമേ ജപിക്കാൻ പറ്റൂ, മൃഗമായ ജപിക്കാൻ പറ്റൂല. ഈ ശരീരം മാറി അടുത്ത ശരീരത്തിലേക്ക് ഡീപ്രമോഷൻ കിട്ടാൻ എത്ര നേരം വേണം? ഒരു അറ്റാക്ക് വന്നാൽ മതി. എത്ര? ഒരൊറ്റ അറ്റാക്ക്. പിറ്റേ ദിവസം വൈകുന്നേരം നമ്മളില്ല ലോകത്ത്. ഉണ്ടോ? ഒരൊറ്റ അറ്റാക്ക്. വേറെ ഏത് അസുഖം വന്നാലും കുറെ ദിവസമെങ്കിലും ഒന്ന് ആലോചിക്കാൻ സമയമുണ്ട്. അറ്റാക്ക് വന്നാൽ
ആലോചിക്കാൻ പോലും സമയമില്ല. അപ്പൊ സ്ഥലം കാലിയാക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് സമയമില്ല. നമ്മൾ ഉടനെ ജപം നന്നായി ചെയ്യണം. സൈലന്റ് സർവീസ്. പിന്നെ ഭരത മഹാരാജാവ് ആരോടും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? ബെർത്ത് പ്ലേസിൽ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് എവിടെ പോയി? പൂർവ്വജന്മത്തിലുള്ള പുലസ്താശ്രമത്തിൽ തന്നെ വീണ്ടും പോയി. അവിടുത്തെ അസോസിയേഷൻ എടുത്തു, പ്രസാദം കഴിച്ചു. ആരോടും ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് പറഞ്ഞില്ല, എന്റെ പ്ലാൻ എന്താണ് പറഞ്ഞില്ല. പകരം അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ആദ്യമേ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും, മൊത്തം കൊളമാവും. അത് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യരുത്. നമുക്ക് വ്യക്തമായും ഡിവോഷനിൽ ഉയരാൻ ഒരു പ്ലാൻ വേണം. എന്താണ്? ഏകാദശിക്ക് ഇത്ര മാല ജപിക്കണം. ആരോടും പറയരുത്, അങ്ങ് ചെയ്യണം. ആ രാവിലെ എഴുച്ച് ഞാൻ 16 മാല ഇത്ര മാല മണിക്ക് അത് തീർക്കും. പറയരുത്, ചെയ്യണം. എനിക്ക് പ്രഭുപാന്റെ മൊത്തം പുസ്തകം വായിച്ചു തീർക്കണം, മൊത്തം വായിച്ച് തീർത്തയക്കണം. ആരും പറയരുത്. നോട്ട് എഴുതി പഠിക്കണം, എഴുതി അയക്കണം, പോയിന്റ്സ് എഴുതി കേൾക്കണം. യൂട്യൂബിൽ ആദ്യം മുതൽ അവസാനം 18,000 ശ്ലോകം കേട്ടിട്ട് മരിക്കണം എന്നൊരു ആഗ്രഹം, ചെറിയൊരാഗ്രഹം. പറയരുത്, അത് കേട്ടോ. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നമ്മൾ സാധന അടുത്ത ലെവൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്തത് വെയിറ്റിംഗ് ടൈം ഈസ് സർവിങ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് സർവിങ് ടൈം. ഇപ്പൊ നമ്മള് ഇന്ന് ഞാൻ ഒരു യൂട്യൂബില് ഒരാള് പറഞ്ഞു, ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തില്ല? ക്ഷമയില്ല. പിള്ളേർക്ക് ക്ഷമയില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം, അല്ലെ? കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എന്തെങ്കിലും ആഹാരം വേണോ? മൊബൈലിൽ ഒരു പൊട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുതരികയാണ്, സൊമാറ്റോ കൊണ്ടുതരികയാണ്. ഏതെങ്കിലും ഒരു സിനിമ കാണണോ? പണ്ട് നാളെ മറ്റന്നാളെ ഒക്കെ പോയി ടിക്കറ്റ് എടുത്തേ കാണാൻ പറ്റും. ഇപ്പോ മൊബൈലിൽ വീട്ടിൽ തന്നെ എല്ലാ സിനിമയും കാണും, അല്ലേ? പണ്ട് അച്ഛൻ അമ്മ പറയും, ഇഷ്ടമുള്ള ആഹാരം വേണോ മോനെ, ഇത് നാളെ ഉണ്ടാക്കി തരാം. വേണ്ട, ഇന്ന് എനിക്ക് സൊമാറ്റോക്കാർ കൊണ്ടുതരും. ക്ഷമയില്ലാത്ത ലോകമാണ്, അല്ലേ? അങ്ങനല്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം, കൃഷ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഈ മനുഷ്യ ശരീരത്തിൽ നിന്നും മാറ്റപ്പെട്ട ഭരത മഹാരാജാവ് ഇപ്പൊ ഇരിക്കുന്നത് ഏത് ശരീരത്തിലാണ്? മൃഗശരീരത്തിലാണ്. മൃഗശരീരത്തിൽ എന്താണ് ആക്ടിവിറ്റി? ആക്ടിവിറ്റിയാണ് സേവൻ. ആരുടെ സേവനം? ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്റെയും സേവനമാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇപ്പൊ ശബരിയുടെ അടുത്ത് പറഞ്ഞു, ആര് വരും? ശ്രീരാമൻ വരും, ഇന്ന് വരണം, ഇപ്പൊ വരണം പറഞ്ഞോ? വരുന്നവരെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യണ സമയം വെറുതെ ഇരുന്നോ? എന്നും ശ്രീരാമൻ ഇന്നാണ് വരുന്നുള്ള രീതിയിൽ സേവകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ മരണം, നാളെ എന്തായാലും മരിക്കും, ഇന്ന് ആത്മഹത്യ ചെയ്തേക്കാം, ചെയ്യരുത്. എന്തായാലും നാളെ മരിക്കുമല്ലോ, പിന്നെ ഇന്ന് അങ്ങ് ആത്മഹത്യ ചെയ്യരുത്. അതുവരെ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റിയുടെ പേരാണ് സേവനം. എന്ത് സേവനം? ഭഗവാനെയും ഭഗവാന്റെ ഭക്തനെയും സേവിച്ച് നമുക്ക് വിധിക്കപ്പെട്ട മരണം ഭഗവാൻ തരുന്ന സമയം വരെ സേവ ചെയ്ത് വെയിറ്റ് ചെയ്യണം. അടുത്തത് അതാണ് ഭരത മഹാരാജാവ് ഇപ്പൊ മാൻകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കോൺസ്റ്റന്റ് കമ്പാനിയൻ. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏകാന്തത ഫീൽ ചെയ്യുമോ? നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ? നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? ചേരയെ തിന്നുന്ന നാട്ടിൽ പോകുമ്പോൾ നടുകണ്ടം തിന്നണ്ടേ? മറ്റുള്ളവരെല്ലാം വേറെ ഏതോ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം ഇത് ചെയ്യുന്നത് മോശമല്ലേ? ആണോ? നാടോടുമ്പോൾ നടുവേ ഓടരുത്, ചേരയെ തിന്നുന്ന നാട്ടിൽ പോയ നടുകണ്ടം തിന്നരുത്. നമുക്ക് വ്യക്തമായ ഡിവോഷണൽ അജണ്ട ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയകമലങ്ങളിലുള്ള ഭഗവാൻ ഉറപ്പായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും, സഹായിക്കും. ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടു പോകില്ല. ഏത് ഒരു കാടിന്റെ അന്ധകാരത്തിനിടയിലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആരുണ്ട്? ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമല്ല, അത് നമ്മൾ അനുഭവിച്ചും കൂടെ ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലോകത്ത് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്, ഭക്തന്മാരുണ്ട്, പിന്നെ നമ്മുടെ ഗുരു പരമ്പരയുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാണോ? മറ്റുള്ളവരാണോ ഒറ്റയ്ക്ക്? ആലോചിച്ച് നോക്കിയേ. നമുക്കാരുണ്ട്? ബ്രഹ്മ മധ്വ ഗോഡീയ വൈഷ്ണവ ഗുരു പരമ്പര നമ്മുടെ കൂടെ ഉണ്ട്. മറ്റുള്ള ആൾക്കാർ ഒറ്റയ്ക്കാണ്. അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹാപ്പിയുമല്ല, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഹാപ്പി. കാരണം എന്ത്? ഒരു മാലയും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഒരു ക്യൂവിൽ പോയാൽ അഭക്തന്മാര് ഡിസ്റ്റർബ് ആവോ, ഭക്തന്മാര് ഡിസ്റ്റർബ് ആവോ? ഒരു ക്യൂ, റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വലിയ ക്യൂ. അപ്പോ ആരാണ് ഡിസ്റ്റർബ് ആവാൻ പോണത്? ഭക്തനാണോ? അഭക്തനാണ്. അഭക്തൻ ഉടനെ ടെൻഷൻ ആവും, ഇറിറ്റേറ്റഡ് ആവും, എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റിന് ചീത്ത വിളിക്കും. ഭക്തൻ ആലോചിക്കും, എന്തായാലും നീ വേറെ അങ്ങനെ എത്ര വരെ വേറെ പണിയൊന്നുമില്ല, മാല എടുക്കുക, ജപം സ്റ്റാർട്ട് ചെയ്യുക. ജപിച്ച് ഒരു മാല കഴിയുമ്പോൾ ഫ്രണ്ടിലെത്തും, ടിക്കറ്റ് എടുത്ത് സുഖമാറ്റി പോകും, ഹാപ്പി. അപ്പൊ എപ്പോഴും ഭൗതികമായി നോക്കിയാലും ആദ്യമേ നോക്കിയാലും ഭക്തനാണ് ഹാപ്പി. ഈ ലോകത്തായാലും വേറെ ഏത് ലോകത്ത് പോയാലും ഭക്തൻ ഹാപ്പിയാണ്.
അതിനുള്ള കോൺഷ്യസ്നെസിന്റെ ട്രെയിനിങ് ആണ് ശ്രീല പ്രഭുപാദർ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യരുത്, നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരുമിച്ച് ഇതേപോലെ സത്സംഗങ്ങളിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് ഡാൻസും പാട്ടും പ്രസാദവും. ഇവിടെ എന്താ ഉള്ളത്? ഡാൻസ്, പാട്ട്, പ്രസാദം. ഇത് ഇവിടെ ഡാൻസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പാട്ട് പാടണം. ഇവിടെ ഇല്ലാത്ത പാട്ടോ? ഇവിടെ ഉള്ളു പാട്ട്. പിന്നെന്താ? ഇഷ്ടം പോലെ പ്രസാദം. എത്ര പ്രസാദം എണ്ണാൻ പറ്റൂലല്ലേ? ഇവിടെ ഒരു ഫെസ്റ്റിവൽ എണ്ണാൻ പറ്റും? ഇവിടെ ഫെസ്റ്റിവലിലെ പ്രസാദം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒന്ന് കൈപ്പിച്ചിട്ട് എണ്ണെത്തൂല. അത്ര പ്രസാദം ആർക്കാണ്? നമുക്ക്. ഇതല്ലേ എല്ലാവർക്കും ആവശ്യം. ഇതെല്ലാവരും അതായത് ഈ സ്മരണ എന്ന് പറയുന്നത് മൃഗശരീരത്തിൽ ഇരിക്കുമ്പോഴും കിട്ടുന്നത് ഭഗവാന്റെ സ്പെഷ്യൽ ഫേവർ മാത്രമാണ്. സാധാരണഗതിയിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് മൃഗശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടത്തില്ല? സ്മരണ ഉണ്ടാവത്തില്ല. പൂർണ്ണമായും മൃഗീയ ആറ്റിലൂടെ തന്നെ ആയിരിക്കും. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഭരത മഹാരാജാവ് പൂർവ്വജന്മത്തിൽ ചെയ്ത ഭക്തിയുക്ത ഭഗവത്സേന പരിഗണിച്ച് കൃഷ്ണൻ ഒരു സ്പെഷ്യൽ കാര്യമാണ് കൊടുത്തത്. മൃഗശരീരത്തിൽ ഇരുന്നിട്ടും ഭഗവാന്റെ സ്മരണയിൽ എത്താൻ പറ്റും. പക്ഷെ അത് ഭരത മഹാരാജാവിന് കിട്ടിയ സ്പെഷ്യൽ കാരണമായതുകൊണ്ട് എല്ലാ മൃഗജന്മത്തിൽ എത്തുമ്പോഴും അതുപോലെ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധാരണക്കാർക്ക് പറ്റും. അതുകൊണ്ട് മനുഷ്യജന്മത്തിൽ തന്നെ പരിപൂർണ്ണയിൽ എത്താൻ തന്നെയാണ് നമ്മൾ. അതാണ് അതിൽ നമ്മൾ ഡിവോഷൻ സർവീസ് ഒരിക്കലും വെയിൻ ആവില്ല എന്നുള്ളതിന്റെ ആ ഒരു പോയിന്റിലാണ് ഈ എക്സ്പ്ലനേഷൻ വരുന്നത്. കാരണം അത് ചെയ്തത് കൊണ്ട് ഒരു സ്പെഷ്യൽ മെർസി കൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രം കൊടുത്തു. സാധാരണഗതി മൃഗശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഓർക്കാൻ കഴിയും. സ്മരണയിൽ കൃഷ്ണൻ വരും. അതെ അതെ അദ്ദേഹത്തിന് പറ്റുന്നു. കാരണം അത് കൃഷ്ണൻ ഒരു ഫേവർ. ആ അതെ അല്ല പ്രഭു ഇവിടെ വായിക്കും. അതെ 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 ആണ്. അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൃഗശരീരത്തിലാണ് ഭരത മഹാരാജ വന്നത്. അപ്പൊ ഭരത മഹാരാജ ഇപ്പൊ മൃഗശരീരത്തിൽ പോയി കഷ്ടപ്പെടുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് സത്യമായിട്ട് കഷ്ടം തന്നെയാണ്. കാരണം മൃഗശരീരത്തിലോടുകൂടി അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റില്ല. എന്ന് തിരിച്ചു പോയി മനുഷ്യശരീരത്തിൽ എന്നുള്ളത് ഒഴിച്ച് പരിപൂർണ്ണതയിലെത്താൻ ആ ശരീരം ഉപയോഗിക്കാൻ പറ്റും. ഓർമ്മമാരേ ഉള്ളൂ. ഇല്ല, അത്രേ ഉള്ളൂ. സ്മരണമല്ല, വിഷ്ണു സ്മരണമല്ല, പൂർവ്വജന്മ ഓർമ്മകളാണ്. അപ്പൊ ആ ശരീരത്തിലിരുന്ന് പരിപൂർണ്ണതയിലെത്താൻ കഴിയത്തുമില്ല. അതിന് മനുഷ്യശരീരം എടുത്തേ പറ്റൂ. അങ്ങനെ അടുത്ത ശരീരം ഉടനെ മനുഷ്യശരീരത്തിലേക്ക് അദ്ദേഹം വന്നു, ജഡഭരിതനായിട്ട് വന്നു. പിന്നെ ഭക്തിയുടെ പരിപൂർണ്ണതയിലെത്തുകയാണ് പിന്നെ ചെയ്യും. മൃഗശരീരത്തിൽ നിന്ന് നേരിട്ട് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയില്ല.
വീണ്ടും കാരണം ആ ശരീരം വിഷ്ണുവിനെ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരമല്ല. പകരം അദ്ദേഹത്തിന് മൃഗശരീരം എത്തിയിട്ട് കൂടി പൂർവ്വജന്മ കർമ്മങ്ങൾ ഓർമ്മ വന്നു. അപ്പൊ ആ ശരീരം കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് ആ മൃഗശരീരത്തിൽ നിന്ന് മരിച്ച് വീണ്ടും ഒരു ജഡപരിതന്റെ ശരീരത്തിൽ പോയതിനു ശേഷമാണ് പിന്നെ ആ പരിപൂർണതയിൽ എത്താനുള്ള ബാക്കി നടപടികൾ സ്വീകരിച്ച് അതിന് തിരിച്ചു പോകാൻ കഴിയും. വന്നു അത് കൃഷ്ണന്റെ കാരുണ്യമാണ്. ആണ് ആണ് അല്ല കൃഷ്ണലീല വന്ന അവർക്ക് അത് വൈകുണ്ഠത്തിലേക്കല്ല അവർ പോയത്. അവരുടെ സർവീസിലേക്ക് തിരിച്ചു പോയി. മറ്റേ രണ്ട് അത് അവരുടെ സർവീസിലേക്കാണ് പോയത്. അത് വൈകുണ്ഠത്തിലേക്ക് അല്ല തിരിച്ചു പോയത്. മൃഗശരീരത്തിൽ നിന്ന് മാത്രമല്ല കൃഷ്ണൻ വിചാരിച്ച എല്ലാവർക്കും പോകാം. കാരുണ്യമാണ് അതിന് കാരണം. കൃഷ്ണൻ വിചാരിച്ച ആവാം. ഇപ്പോ ഒരു ഭക്തൻ ചോദിച്ചു, ഇപ്പൊ ഞാന് ഭക്ത സേവനം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പോ എനിക്ക് പോവാൻ എന്താണ് വഴി? അത് കൃഷ്ണന്റെ മെർസി ഉണ്ടെങ്കിൽ ആർക്കും പോകാം. അതിന് നമ്മുടെ കഴിവോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ പിന്നെ അവിടെ ചർച്ചാ വിഷയമല്ല. കൃഷ്ണൻ വിചാരിച്ച ആരെയും കൊണ്ടുപോകും. അത് കാരുണ്യമാണ് കൃഷ്ണൻ. ആവശ്യമില്ല. അത് സത്യം തന്നെ, അതൊക്കെ സത്യം തന്നെ. ഇപ്പോ ഗോലോകത്ത് പോയിട്ട് അവിടെയും മൃഗങ്ങളുണ്ട്. അപ്പൊ അവിടെ അവര് കൃഷ്ണന്റെ സേവനത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ യഥാർത്ഥത്തിൽ ഇല്ല. കൃഷ്ണൻ വിചാരിച്ച ആരെയും കൊണ്ടുപോകാം. പക്ഷെ ജനറൽ റൂൾ അനുസരിച്ച് മനുഷ്യജന്മത്തിൽ മാത്രമേ ഭക്തി പ്രാക്ടീസ് ഇത്രയും പറ്റുന്ന രീതിയിലുള്ള ശരീരം ഉള്ളൂ. നമ്മൾ സാധനാ ഭക്തർ ആയതുകൊണ്ട് കാരുണ്യം ഡിപ്പെൻഡ് ചെയ്ത് സാധനയിൽ ഏർപ്പെടണമെങ്കിൽ മനുഷ്യശരീരം പോലെ മൃഗശരീരം വരാത്തത് കൊണ്ട് മനുഷ്യശരീരം മാക്സിമം നന്നായി പ്രയോജനപ്പെടുത്തുക, കാരുണ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. പരിപൂർണതയിൽ എത്താൻ സത്യം പറഞ്ഞാൽ ആർക്കും കഴിയില്ല. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കൃഷ്ണന്റെ കാരുണ്യം അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. 100% മാർക്ക് ആർക്കും ഇല്ല. നമ്മളെ ആത്മാർത്ഥതയാണ് കൃഷ്ണൻ അത് റീഡ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് പിന്നെ കാരുണ്യം ചൊരിഞ്ഞ് ഭഗവാൻ തിരിച്ചു പോകും. ഇതാണ് കറക്റ്റ്. താങ്ക് യു പ്രഭു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ശ്രീല പ്രഭുപാദ